Good evening and welcome to Zodiac Academy. Myself Arya, faculty team Zodiac. Let me have a brief on Zodiac. Zodiac ഞങ്ങളുടെ staff nurse DME batch 100 days batch running ആണ്. ഞങ്ങളുടെ തേർഡ് ബാച്ചിൻ്റെ അഡ്മിഷൻസ് പ്രോഗ്രസിംഗ് ആണ്. താല്പര്യമുള്ളവർക്ക് അതിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അതിനോടൊപ്പം നമ്മുടെ IELTS, OET പ്രോഗ്രാംസ്, MLT പ്രോഗ്രാംസ് എല്ലാം തന്നെ വളരെ ശക്തിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. Anybody who wish to join in our Zodiac family, we are welcoming you to join in our family. So, ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിട്ടുള്ളത് കഴിഞ്ഞ 25-ാം തീയതി നടന്നിട്ടുള്ള ദേവസം ബോർഡ് സ്റ്റാഫ് നഴ്സ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഡിസ്കഷനിലേക്ക് കടക്കാം. സോ ലെറ്റ്സ് ഹാവ് എ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓൺ അവർ ബോർഡ്. Covaxin, India's indigenous COVID-19 vaccine, is developed by, and the options given for you is Serum Institute, Pancake Biotech, Bharat Biotech and AstraZeneca. So, COVID-19 അല്ലേ, ഇന്ന് നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാൻഡമിക് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. ഇത് എന്നാണ് പാൻഡമിക്കായി WHO ഡിക്ലെയർ ചെയ്യുന്നത്? മാർച്ച് 11, 2020 WHO കോവിഡിനെ ഒരു പാൻഡമിക് ഡിസീസായി ഡിക്ലെയർ ചെയ്യുന്നത്. കോവിഡുമായി ബന്ധപ്പെട്ട് വാക്സിനേഷൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ 2020 തുടങ്ങിയിട്ടാണ്. അതുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ പല രാജ്യങ്ങളും പല വാക്സിൻസും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഫൈസർ, കോവാക്സിൻ, കോവിഷീൽഡ് എന്നിങ്ങനെ പല വാക്സിൻസ് നമ്മുടെ അവൈലബിൾ ആണ്. നിങ്ങൾ എല്ലാവരും തന്നെ അതിപ്പോൾ എടുത്തിട്ടുമുണ്ടാവും. അതിൽ കോവാക്സിൻ ഇന്ത്യയുടെ എവിടെയാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് തന്നിട്ടുള്ള ചോദ്യം. നിങ്ങൾ അറിയുക, ഭാരത് ബയോടെക്കിലാണ് അത് നിർമ്മിച്ചിട്ടുള്ളത്. ഭാരത് ബയോടെക്കും ICMR-ഉം ചേർന്നാണ് കോവാക്സിൻ എന്ന ഈ വാക്സിൻ ഡെവലപ്പ് ചെയ്തെടുത്തത്. മൂവിംഗ് ഓൺ വിത്ത് അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 2. State in India with the lowest density of population as per 2011 census, and the options given for us is Goa, Nagaland, Mizoram and Arunachal Pradesh. And the correct option here you have to choose is option D, Arunachal Pradesh. So Arunachal Pradeshന്റെ ഒരു പോപ്പുലേഷൻ ഡെൻസിറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 7 persons per square kilometer എന്നാണ് കണക്ക്. നിങ്ങൾ അറിയുക. അത് കഴിഞ്ഞാൽ ആൻഡമാൻ നിക്കോബാർ ഐലൻഡുകളാണ് നമ്മുടെ ഏറ്റവും ലോവസ്റ്റ് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ കാണിക്കുന്നത്. I hope you are clear with the question. Moving on with the third question. Which writ is considered as the greatest hallmark of personal liberty? Options: habeas corpus, mandamus, prohibition, certiorari. And the correct answer is option A, habeas corpus. Fourth question. Hirakund Dam is built across the river. Options: Narmada River, Mahanadi River, Sutlej River and Koshi River. Here the correct answer for the question number 4 is option B, Mahanadi River. ഈ മഹാനദി നമ്മുടെ ഒറീസയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നറിയുക. ക്വസ്റ്റ്യൻ നമ്പർ 5. സർക്കാരിയ കമ്മീഷൻ റിപ്പോർട്ട് ഈസ് റിലേറ്റഡ് ടു. ഓപ്ഷൻസ്: ടാക്സ് റിഫോംസ്, ഓപ്ഷൻ ബി സ്റ്റേറ്റ് ഫണ്ടിംഗ് ഓഫ് elections, option C central state relationship and option D reservation of backward classes. The correct answer for this question is option C, central state relationship. So central state relationship എങ്ങനെയാണ് എന്ന് നോക്കുകയും കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്കിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അത് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു കമ്മീഷനാണ് സർക്കാരിയ കമ്മീഷൻ. അത് നിങ്ങൾ അറിയുക, നോട്ട് ചെയ്യുക, പഠിക്കുക. Next question. First fully literate town in India. Options is Thrissur, Pathanamthitta, Kottayam, Ernakulam. നമ്മുടെ കേരളത്തിൽ എറണാകുളം എന്ന സ്ഥലമാണ് ഏറ്റവും ലിറ്ററസി ടൗൺ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. 7th question. Which one of the following is known as suicide bag of cells? And the options is lysosomes, chloroplast, Golgi complex and mitochondria. Suicidal bag of cell എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ A, ലൈസോസോംസ് ആണ്. അപ്പോൾ ഈ ലൈസോസോംസ് എന്താ ചെയ്യുക? അവരുടെ കയ്യിൽ ഒരു കൈൻഡ് ഓഫ് എൻസൈം ഉണ്ട്. ആ എൻസൈമിൻ്റെ പേരാണ് ഹയാലുറിഡേസ് എൻസൈം.
സോ ഈ എൻസൈമുകൾ എന്താ ചെയ്യുക? മാക്രോ മോളിക്യൂളുകളായി നശിക്കുന്ന സെല്ലുകളെ മൈക്രോ മോളിക്യൂളുകളായി ഡീജനറേറ്റ് ചെയ്തുകൊണ്ടാണ് ലൈസോസോം അവയുടെ ഈ സൂയിസൈഡൽ ബാഗ് ഓഫ് ദ സെൽ എന്ന ആക്ടിവിറ്റി ചെയ്യുക. 8th ക്വസ്റ്റ്യൻ, ഇന്ത്യസ് യങ്ങസ്റ്റ് മേയർ ദേവേന്ദ്ര ഫഡ്നാവിസ്, ന്യൂട്ടൻ റാഥോർ, ആര്യ രാജേന്ദ്രൻ ആൻഡ് സൂര്യ സെൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് നമ്മുടെ നാട്ടിൽ മേയറായി ഭരിക്കുന്ന ആര്യ രാജേന്ദ്രനാണ് കറക്റ്റ് ഉത്തരം. ഓപ്ഷൻ സി, ആര്യ രാജേന്ദ്രൻ. ഷീ ഈസ് ദ യങ്ങസ്റ്റ് മേയർ ഇൻ അവർ ഇന്ത്യ. ക്വസ്റ്റ്യൻ നമ്പർ 9, വരിക വരിക സഹചരെ സഹന സമര സമയമായി കരളുറച്ച് കൈകൾ കോർത്ത് കാൽനടയ്ക്ക് പോകാം. ഹു റോട്ട് ദ പോയം? ഓപ്ഷൻസ് വള്ളത്തോൾ നാരായണ മേനോൻ, ഓപ്ഷൻ ബി ആംസി നാരായണൻ പിള്ളൈ, option C Kumaranashan, and option D Ullur S Parameswaran Iyer. Here the correct answer for this question is option B Amsi Narayanan Pillai. അദ്ദേഹം ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ്, ഒരു പോയറ്റ് ആണ്. അദ്ദേഹം നമ്മുടെ ഉപ്പ് സത്യാഗ്രഹം, കോഴിക്കോട് പയ്യന്നൂർ മുതൽ നടത്തിയ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഭാഗമായി എഴുതിയ ഒരു വരികളാണ്, പ്രശസ്തമായ വരികളാണ് വരിക വരിക സഹചരി. Question number 10, Rasool Pukuti won Oscar Award for Best Audiography, Editing, Sound Mixing and Sound Recording. റസൂൽ പുകുറ്റിക്ക് അദ്ദേഹം സ്ലം ഡോഗ് മില്യനെയർ എന്ന 2009 ചിത്രീകരിച്ച സിനിമയുടെ ഭാഗമായി സൗണ്ട് മിക്സിങ്ങിനാണ് റസൂൽ പുകുറ്റിക്ക് ഓസ്കാർ അവാർഡ് കിട്ടുന്നത്. മൂവിംഗ് വിത്ത് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഇവന്റ് ഹാസ് ഹെയിൽഡ് ബൈ ഗാന്ധിജി ആസ് എ മിറാക്കിൾ ഓഫ് മോഡേൺ ടൈംസ്? മിറാക്കിൾ എന്ന് മോഡേൺ ടൈംസ് എന്ന് വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ, വൈക്കം സത്യാഗ്രഹ, നിവർത്തന പ്രക്ഷോഭം, ഗുരുവായൂർ സത്യാഗ്രഹ. സോ മിറാക്കിൾ ഓഫ് മോഡേൺ ടൈംസ് എന്ന് ഗാന്ധിജി വിശേഷിപ്പിക്കുന്നത് ഗുരുവായൂർ സത്യാഗ്രഹമാണ്. അന്ന് കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ഈ തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ എന്ന പ്രശ്നത്തിന് എതിരായി അദ്ദേഹം നടത്തിയ ഒരു സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹ. അതിനെയാണ് മഹാത്മാഗാന്ധി മിറാക്കിൾ ഓഫ് മോഡേൺ ടൈം എന്ന് വിശേഷിപ്പിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 12, ഫസ്റ്റ് യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ എൻവയോൺമെന്റൽ ആൻഡ് ഡെവലപ്മെന്റ് ഓർ എർത്ത് സബ്മിറ്റ് വാസ് ഹെൽഡ് ഓൺ ജനീവ, ന്യൂയോർക്ക്, സാൻ ഫ്രാൻസിസ്കോ, റയോ ഡി ജനീറോ. Correct answer for this question is option D, Rio de Janeiro. അവിടെയാണ് യുണൈറ്റഡ് നേഷൻസിന്റെ ഈ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് അഥവാ എർത്ത് സബ്മിറ്റ് അതിന്റെ കോൺഫറൻസ് നടക്കുന്നത്. Question number 13, who won the Booker Prize 2020 for his debut novel Shuggie Bain? Option Douglas Stewart, Margaret Atwood, option C Bernardo Evaristo, option D Anna Burns. Here the correct answer is option A Douglas Stewart. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഒരു ആൽക്കഹോളിക് ആയിട്ടുള്ള അമ്മയുടെ 3 മക്കളും ആ കുഞ്ഞുങ്ങളുടെ യാതനയെക്കുറിച്ചും പറയുന്ന ഒരു കഥയാണ് ഷഗ്ഗി ബെയിൻ. Question number 14, the headquarters of WHO, World Health Organization, is in. Options is New York, Geneva, Hague and Paris. Many of you may have seen this question. ഇത് പലതവണ PSCയിൽ മുന്നേ ചോദിച്ച ചോദ്യമാണ്. കറക്റ്റ് ഉത്തരം ഓപ്ഷൻ ബി ജനീവയാണ്. സ്വിറ്റ്സർലാൻഡ് ജനീവയിലാണ് WHO-യുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. യുണൈറ്റഡ് നേഷന്റെ ഹെൽത്ത് സംബന്ധമായ വിഷയങ്ങളെ കുറിച്ച് ഡീൽ ചെയ്യുന്നതിനാണ് WHO എന്നൊരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. Question number 15, the National Dop Testing Laboratory NDTL is a premier analytical testing and research organization functioning under the options are Ministry of Science and Technology, Ministry of Ayush, Ministry of Health and Family Welfare, Ministry of Youth Affairs and Sports. Here the correct answer is option D, Ministry of Youth Affairs and Sports. അപ്പോൾ നമ്മുടെ കൺട്രിയിലെ തന്നെ ഏക ലബോറട്ടറി ഫോർ ഐഡൻറ്റിഫൈയിങ് അത്ലറ്റ്സ് ടെസ്റ്റിംഗ് ഡോപ്പ് ടെസ്റ്റിംഗ് ഇസ് നാഷണൽ ഡോപ്പ് ടെസ്റ്റിംഗ് ലബോറട്ടറി. അത്
നേതൃത്വം നൽകുന്നത് മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് ആണ്. Question number 16. President of India, M. Venkata Naidu, has presented the National Water Awards for 2019. Among the states category, which state won the best state award? ഏത് സ്റ്റേറ്റിനാണ് നല്ല ജലസംഭരണത്തിനുള്ള അവാർഡ് കിട്ടുന്നത്? കേരള, തമിഴ്നാടു, ഗോവ ആൻഡ് ഉത്തർപ്രദേശ്. Here the correct answer for the question is തമിഴ്നാടു. തമിഴ്നാടിനാണ് ഈ അവാർഡ് കരസ്ഥമാകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 17. ഇന്ദിര ആവാസ് യോജന ഈസ് റിലേറ്റഡ് ടു ദ കൺസ്ട്രക്ഷൻ ഓഫ്. ഓപ്ഷൻസ് ഗിവൺ ഈസ് ബറൽ ഹൗസിംഗ്, റൂറൽ റോഡ്സ്, അർബൻ ഹൗസിംഗ്, അർബൻ റോഡ്സ്. മനസ്സിലാക്കുക, ഇന്ദിര ആവാസ് യോജന റൂറൽ റോഡ്സിനുമായി ബന്ധപ്പെട്ടിട്ടാണ്, റൂറൽ റോഡ്സിന്റെ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടാണ് അറിഞ്ഞിരിക്കേണ്ടുന്നത്. Question number 18. The first president of Travancore Devasom board. Option K. Kelappan, K. Madhavan, Mannathu Padmanabhan, Shankaran Narayanan Thambi. Here the correct answer is Mannathu Padmanabhan. അദ്ദേഹമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി ചുമതലയേറ്റത്. Question number 19. The National Commission for Women in India was established in. So, National Commission for Women established ചെയ്യുന്നത് 1992 ആണ്. Option B is the correct answer. Question number 20. Granthalokam is published by. Options given is National Book Trust, Kerala Sahitya Academy, Kerala Folklore Academy, Kerala State Library Council. Here the correct answer is option D, Kerala State Library Council. Question number 21. Overdose of heparin is treated with. Options aspirin, vitamin K, protamine and normal saline. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഫാർമക്കോളജി നമ്മൾ പഠിക്കുമ്പോൾ ഒരുപാട് ഡ്രഗ്സും അതിൻ്റെ ആൻറ്റിഡോട്ട്സിനെ കുറിച്ചും നമ്മൾ പഠിക്കുന്നുണ്ട്. ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്ന ഉത്തരം ഓപ്ഷൻ സി, പ്രോട്ടമിൻ സൾഫേറ്റ് ആണ് ഹെപ്പാരിൻ്റെ ആൻറ്റിഡോട്ടായിട്ട് ആക്ട് ചെയ്യുക. സോ ആൻറ്റി കൊയാഗുലേഷന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി കാഴ്ചവെക്കുന്ന ആൾക്കാരാണ് ആര്? പ്രോട്ടമിൻ സൾഫേറ്റ്. അപ്പോൾ ആസ്പിരിന് കൊടുക്കുന്നത്, ആസ്പിരിൻ ടോക്സിസിറ്റിക്ക് നമ്മൾ എന്താ കൊടുക്കുക? എൻ അസറ്റൈൽ സിസ്റ്റീൻ. ദെൻ വൈറ്റമിൻ കെക്ക് ആണെങ്കിലോ വി യൂസ് ടു ഗിവ് വാർഫാരിൻ ആസ് ദ ഡ്രഗ് ഓഫ് ചോയ്സ്. Okay, so warfarin is the antidote for vitamin K. Question number 22. Position used in childbirth and pelvic examination. അപ്പോൾ ചൈൽഡ് ബർത്ത് ആൻഡ് പെൽവിക് എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ വന്നിട്ടുണ്ടാവും എന്ത് പൊസിഷൻ ആയിരിക്കും അവിടെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളത്. Here the given option for you is Sims position, lithotomy position, Trendelenburg position and dorsal recumbent position. അറിയുക, ഒരു ചൈൽഡ് ബർത്ത് അല്ലെങ്കിൽ ചൈൽഡ് ബർത്ത് അല്ലെങ്കിൽ പെൽവിക് എക്സാമിനേഷന് നമ്മൾ ഉപയോഗിക്കുന്നത് ലിത്തോട്ടമി പൊസിഷനാണ്. ലിത്തോട്ടമി പൊസിഷനിൽ പേഷ്യൻറ്റിനെ നമ്മുടെ ബെഡിൻ്റെ എഡ്ജിലേക്ക് കൊണ്ടുവന്ന് ഇരു കാലുകളും സ്ട്രൈപ്സിലായിരിക്കും ഹോൾഡ് ചെയ്യുക. ചൈൽഡ് ബർത്തിന് അല്ലെങ്കിൽ റെക്ടൽ എക്സാമിനേഷന് വിസിബിൾ ആകുന്ന രീതിയിലായിരിക്കും പേഷ്യൻറ്റിനെ പൊസിഷൻ ചെയ്യുക. ഇനി സിംസ് പൊസിഷൻ എന്തിനാണ് ഉപയോഗിക്കുക? സിംസ് ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷൻ യൂഷ്വലി നമ്മൾ സപ്പോസിറ്ററി ഇൻസേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ റെക്ടൽ കത്തീറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്യാനോ ഒക്കെ യൂസ് ചെയ്യുന്ന പൊസിഷനാണ് സിംസ് പൊസിഷൻ. ദെൻ കമ്മിങ് ദ ട്രെൻഡ്ലെൻബർഗ് പൊസിഷൻ. സോ ട്രെൻഡ്ലെൻബർഗ് പൊസിഷൻ സാധാരണയായി ഇൻട്രാക്രേനിയൽ പ്രഷർ കൂടുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഒരു പേഷ്യൻറ്റിന് ഷോക്ക് ഡെവലപ്പ് ചെയ്യുകയാണ്, അത്തരം കണ്ടീഷനുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്? ട്രെൻഡ്ലെൻബർഗ് പൊസിഷൻ. ദെൻ നെക്സ്റ്റ് ഈസ് ദ ഡോർസൽ റെക്കുമെൻഡ് പൊസിഷൻ. സോ സാധാരണഗതിയിൽ ഒരു പേഷ്യൻറ്റിനെ നമുക്ക് കത്തീഡ്രൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പൊസിഷനാണ് ഡോർസൽ റെക്കുമെൻഡ് പൊസിഷൻ. സോ പൊസിഷൻസിനെ കുറിച്ച് നമുക്ക് വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് പറയേണ്ടതുകൊണ്ട് ഒരു 4 പൊസിഷനിൽ തീരുന്നതല്ല, അത് നമുക്ക് നമ്മുടെ ഡീറ്റെയിലിംഗ് ആയിട്ട് നമ്മുടെ തിയറി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 23. Premature separation of a normally situated placenta after 28th week of pregnancy. അപ്പോൾ നോട്ട് ചെയ്യുക, ആഫ്റ്റർ 28th week of pregnancy എന്നാണ് ചോദ്യം. നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻ എന്തൊക്കെയാണ്? അബ്രപ്ഷ്യോ പ്ലാസൻഡ, പ്ലാസൻഡ പ്രീവിയ, അബോർഷൻ, ഹൈഡാറ്റിഡിഫോം മോൾ.
സോ ഇവിടെ വരുന്ന കറക്റ്റ് ഉത്തരം ഓപ്ഷൻ എ അബ്രപ്ഷ്യോ പ്ലാസന്റയാണ്. Abruptio placenta is a very emergency condition which require cesarean section. Cesarean section ചെയ്യേണ്ടുന്ന വളരെ എമർജൻസി ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ഇവിടുത്തെ ഒരു മാർക്ഡ് ക്ലിനിക്കൽ ഫീച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പെയിൻഫുൾ ബ്ലീഡിങ്. ഇവിടെ എന്താ കാണുക? പെയിൻഫുൾ ബ്ലീഡിംഗ് ആണ് ഉണ്ടാവുക. എന്നാൽ നമ്മുടെ പ്ലാസന്റ പ്രീവിയ എന്ന് പറയുന്നത് നമ്മുടെ യൂട്രസിന്റെ ലോവർ പോളിൽ വന്ന് പ്ലാസന്റ അറ്റാച്ച് ചെയ്യുന്ന കണ്ടീഷനെയാണ് പ്ലാസന്റ പ്രീവിയ എന്ന് പറയുക. ഈ പ്ലാസന്റ പ്രീവിയയുടെ മാർക്ഡ് ക്ലിനിക്കൽ ഫീച്ചർ നമ്മൾ ഒരുപാട് പ്രാവശ്യം PSCയിൽ ചോദിച്ച ചോദ്യമാണ്. ഇറ്റ് ഈസ് പെയിൻലെസ് ബ്ലീഡിങ്. നമുക്ക് അവിടെ ഉണ്ടാവുന്നത് പെയിൻലെസ് ബ്ലീഡിംഗ് ആണ്. ഓക്കെ, സോ നമ്മുടെ അബ്രപ്ഷ്യോ പ്ലാസന്റയിൽ പെയിൻഫുൾ ബ്ലീഡിംഗ് ആണ്. എന്നാൽ പ്ലാസന്റ പ്രീവിയയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക പെയിൻലെസ് ബ്ലീഡിംഗ് ആണ്. ഇത് ഒരുപാട് തവണ മുന്നേ PSCയിൽ ചോദിച്ചതാണ്. പ്ലാസന്റ പ്രീവിയ എന്ന് പറയുമ്പോൾ 4 ടൈപ്പ് പ്ലാസന്റ പ്രീവിയ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിലിംഗ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ എന്താണ്? അബോർഷൻ അല്ലേ? ഓപ്ഷനിലുള്ളത് അബോർഷൻ ആണ്. സോ അത് അബോർഷൻ തന്നെ പല ടൈപ്പ് ഉണ്ട്. ത്രെട്ടൻഡ് അബോർഷൻ ഉണ്ട്, മിസ്ഡ് അബോർഷൻ ഉണ്ട്, ഇന്നവിറ്റബിൾ അബോർഷൻ ഉണ്ട്. അത് നമുക്ക് തിയറിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. നെക്സ്റ്റ് ഈസ് ഹൈഡാറ്റിഡിഫോം മോൾ ഓർ എക്ടോപിക് പ്രഗ്നൻസി ഓർ മോളാർ പ്രഗ്നൻസി എന്നൊക്കെ നിങ്ങൾ പറഞ്ഞ് പഠിക്കുന്ന ടേം ആണ് ഹൈഡാറ്റിഡിഫോം മോൾ. സോ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ഉത്തരം ഈസ് ഓപ്ഷൻ എ അബ്രപ്ഷ്യോ പ്ലാസന്റ. Question number 24. The minimum recommended concentration of free residual chlorine in water. നമ്മുടെ വെള്ളത്തിലെ ഫ്രീ റെസിഡ്യുവൽ ക്ലോറിൻ്റെ അളവ് എത്രയാണ് എന്നുള്ളതാണ്. ഓപ്ഷൻസ് ഈസ് 0.1 milligram per liter, 0.5 milligram per liter, 1 milligram per liter and 5 milligram per liter. And here the correct answer is option B, 0.5 milligram per liter per 1 hour. അതും കൂടെ ഉണ്ട് കേട്ടോ. സോ നമ്മുടെ ക്ലോറിനേഷൻ ചെയ്ത് കഴിഞ്ഞ് അത് ഉപയോഗപ്രദമാണ് നമ്മൾ കൺഫേം ചെയ്യുന്നത് വാട്ടറിൽ 0.5 milligram per liter ക്ലോറിൻ ഉള്ളതാണ് എന്ന് അറിയുക. അപ്പോൾ ഇവിടെ എമൗണ്ട് ഓഫ് ക്ലോറിൻ മെഷർ ചെയ്യാനായിട്ട് ഫ്രീ റെസിഡ്യുവൽ ക്ലോറിൻ എത്രയാണ് എന്ന് മെഷർ ചെയ്യാൻ ഒരു ടെസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. അതും നമ്മൾ ഒരുപാട് പ്രാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്. എന്താണ് ആ ടെസ്റ്റ്? ഓർത്തോ ടൊളിഡിയൻ ടെസ്റ്റ്. Question number 25. Arterial circulation is ensured before taking sample for ABG analysis by options arteriogram, venogram, Allen's test and pulse oximetry. ഏതായിരിക്കും ഉത്തരം വരിക? നമ്മുടെ ABG അനാലിസിസിന് ബ്ലഡ് സാമ്പിൾ എടുക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? ആർട്ടീരിയൽ സർക്കുലേഷൻ എൻഷുർ ചെയ്യണം. അതിന് നിങ്ങൾ ചെയ്യുന്ന ടെസ്റ്റ് ഏതാണ്? ഓപ്ഷൻ C is the right answer, that is Allen's test. So Allen's test ൽ നിങ്ങൾ എന്താ ചെയ്യുക? Here you will be assessing collateral circulation. Whereas what do you mean by arteriogram? ഒരു ആർട്ടറിയെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റഡി നടത്തുകയാണെങ്കിൽ അതിനെ ആർട്ടീരിയോഗ്രാം എന്ന് പറയുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആർട്ടീരിയൽ ക്ലോട്ട്സ് ഉണ്ട്, നിങ്ങൾക്ക് ആ ഒരു കേസ് ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ ആർട്ടീരിയോഗ്രാം യു വിൽ ഗോ ഫോർ വീനോഗ്രാം. സോ വെയിൻസിൽ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യുന്നത് വീനോഗ്രാം ആണ്. ദെൻ ലാസ്റ്റ് ഓപ്ഷൻ ഇസ് പൾസ് ഓക്സിമെട്രി. സോ എമൗണ്ട് ഓഫ് ഓക്സിജൻ ഇൻ ദ ബ്ലഡ്, ഓക്സിജൻ്റെ സാച്ചുറേഷൻ അസസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് പൾസ് ഓക്സിമെട്രി ആണ്. അപ്പോൾ എന്താണ് ശരിക്കും അതിൽ മെഷർമെൻറ്റ് ചെയ്യുക? അപ്പോൾ അത് പ്രസൻസ് ഓഫ് സാച്ചുറേറ്റഡ് ഓക്സി ഹീമോഗ്ലോബിൻസിനെയാണ് പൾസ് ഓക്സിമെട്രിയിലൂടെ നമ്മൾ തിരിച്ചറിയുക. ഹീമോഗ്ലോബിനിൽ എത്ര ശതമാനം ഓക്സിജൻ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ എവിടെ അസസ് ചെയ്യുന്നത്? പൾസ് ഓക്സിമെട്രിയിലൂടെ വിലയിരുത്തുന്നത്. ഇതെല്ലാം തന്നെ റിപ്പീറ്റഡ് ആയി PSCയിൽ പലതവണ ചോദിച്ച ചോദ്യങ്ങളാണ്, ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുമാണ്. Question number 26. The receptors which provide information about position of body and sense of equilibrium is option A, interoceptors, option B, telereceptors, option C, proprioceptors and option D, exteroreceptors. Here the correct answer is option C, proprioceptors. So ചില സമയങ്ങളിൽ proprioceptors നമ്മുടെ ഒരു സിക്സ്ത് സെൻസ് പോലെ ആക്ട് ചെയ്യുന്നവയും കൂടെയാണ് proprioceptors. ഇനി എന്താണ് interoreceptors? നമ്മുടെ ചെവിയിലും അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിലും ഒക്കെ പ്രസന്റ് ആയിട്ടുള്ള ഒരു റിസപ്റ്റേഴ്സ് ആണ് interoreceptors. Then telereceptors നമ്മുടെ എന്താണ് ഡിസ്റ്റന്റ് എക്സ്റ്റേണൽ സ്റ്റിമുലയുമായി റിയാക്ട് ചെയ്യാൻ കഴിവുള്ള കാതിലും
കണ്ണിലും ഒക്കെ കാണാൻ സാധിക്കുന്ന ഒരു കൈൻഡ് ഓഫ് റിസപ്റ്റേഴ്സ് ആണ് ടെലി റിസപ്റ്റേഴ്സ്. ദെൻ നെക്സ്റ്റ് ഈസ് എക്സ്റ്ററോ റിസപ്റ്റേഴ്സ്. എക്സ്റ്റേണൽ സ്റ്റിമുലൈ പെർസീവ് ചെയ്യുന്ന റിസപ്റ്റേഴ്സിനെയാണ് എക്സ്റ്ററോ റിസപ്റ്റേഴ്സ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, എക്സ്റ്ററോ റിസപ്റ്റേഴ്സ് ഈസ് തെർമോ റിസപ്റ്റേഴ്സ് ഓഫ് ദ സ്കിൻ. യു ക്യാൻ സേ ആസ് ആൻ എക്സാമ്പിൾ ഫോർ എക്സ്റ്ററോ റിസപ്റ്റേഴ്സ്. Question number 27. A condition in which person perceives the side of rope as a snake. ഒരു റോഡിലൂടെ നിങ്ങൾ നടന്നു പോകുമ്പോൾ അവിടെ ഒരു കയറ് കാണുന്നു, ആ കയറിനെ ഒരു പാമ്പായി നിങ്ങൾ തെറ്റിദ്ധരിച്ചാൽ അതിനെ എന്ത് പറയും എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഹാലൂസിനേഷൻ, ഡെലീരിയം, ഇല്യൂഷൻ ആൻഡ് ഫാന്റസി. എന്തായിരിക്കും നിങ്ങൾ പറയുക? നമ്മൾ അങ്ങനെ ഒരു മിസ്പെർസെപ്ഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് എ സിമുലേ ആണെങ്കിൽ അതിനെ ഓപ്ഷൻ സി ഇല്യൂഷൻ എന്നാണ് പറയുക. ഇല്യൂഷൻ. സോ മിസ് ഇന്റർപ്രിട്ടേഷൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് സ്റ്റിമുലേ ആണെങ്കിൽ അതിനെ ഹാലൂസിനേഷൻ എന്നാണ് പറയുക. Then what is delirium? It is a organic brain disorder where you can see clouding of consciousness, flocculation, all the other characteristic features of delirium. Then next is fantasy. Fantasy athava daydreaming. Okay. So this is it regarding question number 27. Question number 28. The valve located between the left atrium and the left ventricle, mitral, aortic, tricuspid, pulmonic. എന്തായിരിക്കാം നിങ്ങളുടെ ഉത്തരം? So the correct answer for the question is option A, mitral valve. Okay. So നമ്മുടെ ലെഫ്റ്റ് ഏട്രിയത്തിനും ലെഫ്റ്റ് വെൻട്രിക്കിളിനും ഇടയ്ക്ക് കാണുന്നത് മൈട്രൽ വാൽവ് ആണ്. So if suppose it's a heart, okay. So if suppose consider it as a heart, I am not good drawer. Okay. So right atrium, so right atriumത്തിനും right ventricleനും ഇടയ്ക്ക് കാണുക ട്രൈകസ്പിഡ് വാൽവ് ആണ്. എന്നാൽ ലെഫ്റ്റ് ഏട്രിയത്തിനും ലെഫ്റ്റ് വെൻട്രിക്കിളിനും ഇടയ്ക്ക് കാണുന്നത് മൈട്രൽ വാൽവ് ആണ്. എന്നാൽ ലെഫ്റ്റ് വെൻട്രിക്കിളിനും അയോർട്ടയ്ക്കും ഇടയിൽ കാണുന്നത് അയോർട്ടിക് വാൽവ് ആണ്. റൈറ്റ് വെൻട്രിക്കിളിനും പൾമണറി ആർട്ടറിക്കും ഇടയിൽ കാണുന്നത് പൾമോണിക് വെയിൻ ആണ്. മൊത്തത്തിൽ നമ്മുടെ ഹാർട്ടിൽ 4 വാൽവുകളാണ് ഉള്ളത്. Question number 29. Graphic recording of progress of labor is recorded by options cervicogram, partogram, histogram, cardiogram. So option B, partogram, അതായത് ഒരു ഡെലിവറി പ്രോഗ്രസ് നടക്കുന്നത് മെറ്റേണൽ ആൻഡ് ഫീറ്റൽ വെൽബീയിങ് അറിയുന്നതിന് നമ്മൾ മാർക്ക് ചെയ്യുന്നത് പാർട്ടോഗ്രാം ആണ് എന്നറിയുക. ഇനി സർവൈക്കോഗ്രാം, സർവൈക്കൽ ഡയലറ്റേഷനുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു സ്ക്രോളിംഗ് ആണ് സർവൈക്കോഗ്രാം. ദെൻ ഹിസ്റ്റോഗ്രാം, ഇത് റിസർച്ചിൽ വരുന്ന ഒരു ടെർമിനോളജി ആണ് വേർ യു ക്യാൻ റെപ്രസെന്റ് ദ ഫിഗേഴ്സ് ഓർ ഫാക്ട്സ് ഇൻ ബാർ വാല്യൂസ്. ഓക്കെ, ബാർസിലായിരിക്കും ഹിസ്റ്റോഗ്രാമിൽ റെപ്രസെന്റ് ചെയ്യുക. ദെൻ കാർഡിയോഗ്രാം ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് എ ഇലക്ട്രോകാർഡിയോഗ്രാം, ECG, which is used to identify the variations in the electrical activity of the heart. Now moving on to the next question, question number 30. The health program for child health screening and early intervention surveys. Rashtriya Bala Swasthya Karyakram RBSK. Option B, Navajata Shishu Suraksha Karyakram NSSK. Option C, Janani Suraksha Yojana JSY and Integrated Management of Neonatal and Childhood Illness IMNCI. ഇവിടെ എന്താണ് കറക്റ്റ് ആയിട്ട് വരുന്ന ഉത്തരം? ഓപ്ഷൻ എ, രാഷ്ട്രീയ ബാലസ്വസ്ഥ്യ കാര്യക്രമാണ് കറക്റ്റ് ആയിട്ട് വരുന്ന ഉത്തരം. അപ്പോൾ ഇത് RCH, നമ്മുടെ റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്തിന്റെ പുതിയ ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായിട്ട് വന്ന ഒരു സ്കീമാണ് രാഷ്ട്രീയ ബാലസ്വസ്ഥ്യ കാര്യക്രം. ഇനി പിന്നെ ഉള്ളത് എന്താണ്? ഇവിടെ പ്രധാനമായിട്ടും നിങ്ങൾ അറിയേണ്ടുന്നത് 4 Ds കുറിച്ചിട്ടാണ്. So what are the 4 Ds? Any delay in the development, any disorder in the child, any defect at birth if the child is having, and
any disease in the child. These are the 4 Ds of Rashtriya Bala Swasthya Karyakram, and the Navajata Sishu Suraksha Karyakram is something in which is related with the safe delivery of the neonate and neonatal resuscitation, and Janani Suraksha Yojana, it is free of cost institutional delivery, it is saying. Then IMNCI നമ്മുടെ കുട്ടികളുടെ ailmentsമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരു project ആണ് IMNCI. I hope the question number 30 is clear for you. Moving on with the question number 31. So let's discuss on 31. Question number 31. Normal serum potassium value ranges between 1.5 to 3.7 milliequivalent per liter, 2.5 to 3.5 milliequivalent per liter, 3.7 to 5.2 milliequivalent per liter, and 4.2 to 6.2 milliequivalent per liter. അപ്പോൾ ഫൗണ്ടേഷൻസ് ഓഫ് നഴ്സിംഗിലെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് നമുക്ക് ഈ വന്നിട്ടുള്ളത്. എപ്പോഴും നമ്മൾ നോർമൽ വാല്യൂസ് പഠിച്ചു തന്നെ പോകണം. അത് വാട്ടർ ഇലക്ട്രോലൈറ്റ് ബാലൻസ്, ആസിഡ് ബേസ് ബാലൻസ്, ഇങ്ങനെയുള്ള ചാപ്റ്റേഴ്സ് എല്ലാം നമ്മൾ എംഫസൈസ് ചെയ്ത് പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എത്രയാണ് പൊട്ടാസ്യത്തിൻ്റെ നോർമൽ വാല്യൂ? ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷനിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ട് വരിക. 3.7 to 5.2 മില്ലി ഇക്വലന്റ് പെർ ലിറ്റർ ആണ്. അപ്പോൾ യൂഷ്വൽ നമ്മൾ പഠിക്കുന്ന റേഞ്ച് എത്രയാണ്? 3.3 to 5.5 മില്ലി ഇക്വലന്റ് പെർ ലിറ്റർ ആണ് പൊട്ടാസ്യം. സോഡിയം എത്രയാണ് അപ്പോൾ വരിക? 135 to 145 milli equivalents per liter. Clear students? Okay. Question number 32. The ideal technique of roller bandage application for the extended joints. Extended joints എന്ന് പറയുമ്പോൾ നമ്മുടെ knee joint പോലുള്ള ജോയിന്റുകളാണ്. ഓപ്ഷൻസ് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? സിമ്പിൾ സ്പൈറൽ, റിവേഴ്സ് സ്പൈറൽ, ഫിഗർ ഓഫ് 8, ഡൈവേർജൻറ്റ് സ്പൈക്ക. ഇവിടെ വരുന്ന കറക്റ്റ് ഉത്തരം ഫിഗർ ഓഫ് 8 ആണ്. Question number 33. Fetal skeletal shadow can be seen on the X-ray by 10th week, 16th week, 18th week and 20th week. ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്ന ഉത്തരം ഓപ്ഷൻ എ 10 വീക്സിലാണ്. ഏകദേശം 10 ആഴ്ച പൂർത്തീകരിക്കുമ്പോൾ കുഞ്ഞിൻ്റെ ഒരു സ്കെലിറ്റൽ അപ്പിയറൻസ് നമുക്ക് എക്സ്റേയിൽ കാണാനായി സാധിക്കും. Question number 34. The amount of blood pumped by the heart per minute is termed as. Options: cardiac output, option B stroke volume, option C cardiac index and option D preload. ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്ന ഉത്തരം ഓപ്ഷൻ എ കാർഡിയാക് ഔട്ട്പുട്ട് ആണ് കറക്റ്റ് ഉത്തരം. എന്നാൽ എന്താണ് സ്ട്രോക്ക് വോളിയം? ഇറ്റ് ഈസ് എ എമൗണ്ട് ഓഫ് ബ്ലഡ് ഇജക്റ്റഡ് ബൈ ദ വെൻട്രിക്കിൾസ്. സോ ഒരു കൺട്രാക്ഷനിൽ വെൻട്രിക്കിൾസ് ഇത്ര വോളിയം ഓഫ് ബ്ലഡ് ആണ് വെൻട്രിക്കിൾസ് ഇജക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് സ്ട്രോക്ക് വോളിയം. എന്താണ് കാർഡിയാക് ഇൻഡെക്സ്? കാർഡിയാക് ഇൻഡെക്സ് എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് കാർഡിയാക് ഔട്ട്പുട്ട് ടു ദ ടോട്ടൽ ബോഡി സർഫസ് ഏരിയ. ഓക്കെ, സോ ഒരു മിനിറ്റിലുള്ള എത്രയാണ് എന്നുള്ളതാണ് കാർഡിയാക് ഇൻഡെക്സിൽ മെഷർ ചെയ്യുക. അപ്പോൾ പലതരത്തിലുള്ള ഷോക്കുകൾ ഉണ്ടാവും. അപ്പോൾ ഈ ഷോക്ക് കാരണം ടോട്ടൽ ടിഷ്യൂ പെർഫ്യൂഷനെ അത് എത്രത്തോളം അഫക്റ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുന്നതിനാണ് കാർഡിയാക് ഇൻഡെക്സ് നമ്മൾ മനസ്സിലാക്കുന്നത്. Question number 5. Chlorine demand of well water is estimated by. Options: double port method, orthotoldian test, Horrocks apparatus and Clark method. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും വെൽ ഡിസിൻഫെക്ഷൻ അല്ലെങ്കിൽ എത്രത്തോളമാണ് വെല്ലിൽ ഒരു ക്ലോറിൻ്റെ ഡിമാൻഡ് ആവശ്യമായിട്ടുള്ളത് അതിനെക്കുറിച്ച് മെഷർ ചെയ്യുന്ന അപ്പാരറ്റസ് ആണ് എന്ത്? ഹൊറോക്സ് അപ്പാരറ്റസ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഓർത്തോടോൾഡിയൻ ടെസ്റ്റിനെ കുറിച്ച് ഞാൻ മുന്നേ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. എമൗണ്ട് ഓഫ് ഫ്രീ ആൻഡ് റെസിഡ്യൂവൽ ക്ലോറിനെ മെഷർ ചെയ്യുന്നതാണ് ഓർത്തോടോൾഡിയൻ ടെസ്റ്റ്. ഇനി ഡബിൾ പോട്ട് മെത്തേഡ് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ക്ലോറിനേഷന് വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ള വളരെ സിമ്പിൾ ആൻഡ് ഇഫക്റ്റീവ് ടൈപ്പ് ഓഫ് മെത്തേഡാണ് ഡബിൾ പോട്ട് മെത്തേഡ്. ഇനി ക്ലാർക്ക് മെത്തേഡ് എന്ന് പറയുന്നത് ക്ലോറിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ, ഹാർഡ്നെസ് കൂടുതലാണെങ്കിൽ അതിൻ്റെ ഹാർഡ്നെസ് കുറയ്ക്കുന്നതിന് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ക്ലാർക്ക് മെത്തേഡ്. സോ ക്ലാർക്ക് മെത്തേഡിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക? കാൽഷ്യം ഹൈഡ്രോക്സൈഡ് യൂസ് ചെയ്താണ് നമ്മൾ വാട്ടറിനെ സോഫ്റ്റൻ ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ് റിഗാർഡിംഗ് question 35. Chlorine demand of well water is estimated by using Horrocks apparatus. Question number 36. Characteristic type of respiration seen in diabetic ketoacidosis: chain stroke respiration, hypercapnia, Biot's respiration, Kussmaul respiration. Here the correct answer is option D, Kussmaul respiration. So what is Kussmaul respiration? So deep labored kind of respiration is called Kussmaul respiration. If you draw a graph of Kussmaul respiration, it will be like this.
Is that clear? So this is Kussmaul respiration. So ഇത് diabetic ketoacidosis, അതായത് metabolic acidosis നടക്കുന്ന സമയത്ത് ഹൈപ്പർ വെന്റിലേഷൻ സമയത്ത് ഡെവലപ്പ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് റെസ്പിറേഷൻ ആണ് Kussmaul respiration. Okay. Question number 37. Immunoglobulin released during allergic reaction is IgG, IgM, IgG and IgE. Here allergic reaction സമയത്ത് നമുക്ക് ഡെവലപ്പ് ചെയ്യുന്നത് IgE എന്ന ആന്റിബോഡീസ് ആണ്. സോ ഇമ്മീഡിയറ്റ് അനാഫിലാക്സിസ് റിയാക്ഷൻ റെസ്പോണ്ട് ചെയ്യുന്നത് IgE ആണ്. എന്നാൽ മദർ ടു ചൈൽഡ് ട്രാൻസ്പ്ലാസന്റ ക്രോസ് ചെയ്യുന്നത് IgG ആണ്. എന്നാൽ IgM is otherwise known as macro immunoglobulin. As it is in bigger in size, pentameric structure ഉള്ള ഏക immunoglobulin എന്നറിയപ്പെടുന്നത് IgM ആണ്. എന്നാൽ IgM ന്റെ പ്രസൻസ് നമ്മുടെ കുഞ്ഞുങ്ങളിൽ ജനിക്കുമ്പോൾ തന്നെ കൂടുതലായി കണ്ടു കഴിഞ്ഞാൽ it indicates a congenital infection. Then it is IgD, അത് trace elemental മാത്രം നമ്മുടെ ശരീരത്തിൽ കാണുന്ന ഒരു എലമെന്റ് ആണ്. Structurally similar to IgM is IgD. Question number 38. The process of abortion has started but not yet reached an irreversible state. Option is threatened abortion, missed abortion, inevitable abortion and incomplete abortion. അപ്പോൾ ഇത് നമുക്കൊരു കൺഫ്യൂസിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. കുട്ടികൾക്ക് എപ്പോഴും തെറ്റും. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ വായിക്കുക. ദ പ്രോസസ് ഓഫ് അബോർഷൻ ഹാസ് സ്റ്റാർട്ടഡ്. അബോർഷൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു ബട്ട് നോട്ട് അറ്റ് റീച്ച്ഡ് ആൻ ഇറിവേഴ്സിബിൾ സ്റ്റേറ്റ്. എന്നാൽ അത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്ക് ആയിട്ടില്ല. സോ ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് ഓപ്ഷൻ എ ഈസ് ത്രെട്ടൻഡ് അബോർഷൻ. Question number 39. 1 gram of protein gives. It's a question from nutrition. It is 9642. എന്താണ് ആൻസർ? Here the correct answer for the question is 4 kilocalories. So ഇവിടെ നമ്മുടെ മാക്രോ ന്യൂട്രിയൻസിന്റെ കാലറിക് വാല്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാർബോഹൈഡ്രേറ്റ് ആൻഡ് പ്രോട്ടീൻ ഇറ്റ് ഈസ് 4 kilocalories and whereas fat it is 9 kilocalories. So this is a very important question which has been asked many a times in the previous PSC question. You have to note it down and learn. Question number 40. The characteristic features seen in scrub typhus is red spot, pleomorphism, eschar and pustules. അപ്പോൾ ഇവിടെ scrub typhus. Okay. So scrub typhus ന്റെ causative organism is Rickettsia tsutsumushi. Okay. So ഈ ഓർഗാനിസം എന്താ ചെയ്യുക? ഇറ്റ് വിൽ ലീവ് എ എഷ്കാർ ബിഹൈൻഡ് ദ സൈറ്റ്. അപ്പോൾ എവിടെ കൂടെയാണോ ഈ ഓർഗാനിസം ശരീരത്തിൽ കയറിയത് അവിടെ നമുക്കൊരു എസ്കാർ ഫോർമേഷൻ കാണാൻ സാധിക്കും. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. 41. The ECG rhythm showing a flat line in the monitor indicates pulseless electrical activity, ventricular fibrillation, atrial fibrillation, asystole. So flat line ആണ് ECG യിൽ കാണിക്കുന്നത്. എന്താണ് ഉദ്ദേശിക്കുന്നത്? It is asystole. Question number 42. The type of enema which reduce inflammation of tissues: cold enema, astringent enema, carminative enemas and purgative enemas. Here the correct answer is option B. It is astringent enema. So astringent enema നമ്മുടെ അബ്ഡമിനൽ കോളിക് ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ്റെ സമയത്ത് ആ ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നതിന് വേണ്ടി കൊടുക്കുന്ന ടൈപ്പ് ഓഫ് എനിമയാണ് ആസ്ട്രിങ്ജന്റ് എനിമ. എന്നാൽ ഒരു വ്യക്തിക്ക് ഫ്രോസ്റ്റ് ബൈറ്റ് പോലുള്ള കണ്ടീഷൻ ഹീറ്റ് സ്ട്രോക്സ് ഡെവലപ്പ് ചെയ്യുകയാണ്. ഈ അത്തരം കണ്ടീഷനുകളിൽ അവരുടെ ശരീരത്തിന് നമ്മൾ കൂളാകാൻ കൊടുക്കുന്ന എനിമയാണ് കോൾഡ് എനിമ. ഇനി എന്താണ് കാർമിനേറ്റീവ് എനിമാസ്? കാർമിനേറ്റീവ് എനിമാസ് എന്ന് പറയുന്നത് this enema you used to give for reducing the gaseous distension. നമ്മുടെ abdominal gaseous distension കുറയ്ക്കാനാണ് കാർമിനേറ്റീവ് എനിമ കൊടുക്കുക. പർഗേറ്റീവ് എനിമാസ് നമ്മൾ കൊടുക്കുന്നത് എന്തിനാണ്? പെരിസ്റ്റോളിസിസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് പർഗേറ്റീവ് എനിമാസ് കൊടുക്കുക. Question number 43. Average weight gain during pregnancy. Options 8 to 10 kg, 10 to 12 kg, 12 to 14 kg, 14 to 15 kg. So ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി 10 to 12 കിലോഗ്രാം ആണ് ഒരു ത്രൂ ഔട്ട് ദ പ്രഗ്നൻസിയിൽ ഒരു അമ്മ വെയിറ്റ് ഗെയിൻ നടക്കുന്നത്. ലാസ്റ്റ് ട്രൈമസ്റ്ററിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വെയിറ്റ് ഗെയിൻ ഉണ്ടാവുക. ക്വസ്റ്റ്യൻ നമ്പർ 44. വിച്ച് among these is not included in ബ്രാഡൻ സ്കെയിൽ? ബ്രാഡൻ സ്കെയിൽ ഡെക്കുബിറ്റസ് അൾസറിന് വേണ്ടി മെഷർ ചെയ്യുന്ന സ്കെയിലാണ്. അതിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. സെൻസറി പെർസെപ്ഷൻ, എഡീമ, മോയ്സ്ചർ, ന്യൂട്രീഷൻ. അപ്പോൾ ഇതിൽ പെടാത്തത് ഓപ്ഷൻ ബി എഡീമയാണ്.
ഏതൊക്കെയാണ് ബ്രാഡൻ സ്കെയിലിൽ ഇൻക്ലൂഡഡ് ആകുന്നതും കൂടെ ഞാൻ പറയാം. സെൻസറി പെർസെപ്ഷൻ, മോയ്സ്ചർ, ന്യൂട്രീഷൻ, ആക്ടിവിറ്റി, മൊബിലിറ്റി, ഫ്രിക്ഷൻ ഷിയർ. ഇത്രയും കാര്യങ്ങളാണ് ബ്രാഡൻ സ്കെയിലിൽ ഉൾപ്പെടാത്തത് എഡീമയാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരം. Question number 45. Health Committee on Multi-Purpose Workers. Options: Srivastava Committee, Kartar Singh Committee, Mudaliar Committee and Mukherjee Committee. Correct answer option B. Kartar Singh Committee ആണ്. So Health Committee on Multi-Purpose Workers നെ കൊണ്ടുവരുന്നത് Kartar Singh Committee ആണ്. Srivastava Committee 1975 വന്ന കമ്മിറ്റിയാണ്. മെഡിക്കൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് വന്ന കമ്മിറ്റിയാണ് Srivastava Committee. Question number 46. Route of administration of COVID-19 vaccine: intradermal over deltoid, subcutaneous over flexor arm, intramuscular over deltoid, intramuscular over vastus lateralis. ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്ന ഉത്തരം ഓപ്ഷൻ സി, ഇൻട്രാമസ്കുലർ ഓവർ ഡെൽറ്റോയിഡ്. അപ്പോൾ എത്രയാണ് ഡോസേജ് കൊടുക്കുക? 0.5 ml ഇൻട്രാമസ്കുലർലി ആണ്, നമ്മൾ ഡെൽറ്റോയിഡിലാണ്. 2 ഡോസ് ആണ് നമ്മളിവിടെ കൊടുക്കേണ്ടുന്നത്. ടോട്ടൽ ഡോസ് എത്രയാണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് 2 ഡോസ് ഓഫ് വാക്സിൻ യു ഹാവ് ടു അഡ്മിനിസ്റ്റർ. Question number 47. The gauge size of green colored IV cannula: 16 gauge, 18 gauge, 20 gauge, 22 gauge. നിരവധി തവണ PSCയിൽ മുന്നേ ചോദിച്ച ചോദ്യമാണ്. കാനുലാസിൻ്റെ കളർ കോഡിങ്സും അത് എന്തിന് യൂസ് ചെയ്യുന്നു എന്നുള്ളതും നമ്മൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്. So this is a slide explaining various color codings. So what is the gauge size and how much is the flow rate? So let's see one by one. So 14 gauge, the color is orange color, the flow rate is 240 ml per minute. So 16 gauge, the gray colored, it is 180 ml per minute. 18 gauge, it is green color, 90 ml per minute. So 20 gauge, it is pink in color, 60 ml per minute of flow rate. 22 gauge, it is blue in color with 36 ml per minute, and 24 gauge, it is yellow in color with 20 ml per minute. അപ്പോൾ ഇതിൽ യെല്ലോ ഒക്കെ യൂസ് ചെയ്യുന്നത് നമ്മുടെ പീഡിയാട്രിക് കേസുകളിലാണ്. യൂഷ്വലി നമ്മുടെ അഡൽട്ട് സൈസ് 18, 20 ഒക്കെയാണ് നമ്മുടെ അഡൽട്ടിന് യൂസ് ചെയ്യുന്നത്. ഇനി ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ 16 ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. Question number 48. Child becomes socialized through the family in early childhood years is a process of pre-socialization, primary socialization, secondary socialization and tertiary socialization. So ഇവിടെ ഒരു കുഞ്ഞ് അതിൻ്റെ ഫാമിലിയിലൂടെ ത്രൂ ഔട്ട് ദ ഫാമിലി പ്രോസസ്സിലൂടെ അതിൻ്റെ ഏർലി ചൈൽഡ്ഹുഡ് സോഷ്യലൈസേഷൻ പഠിക്കുന്നതിനെ പ്രൈമറി സോഷ്യലൈസേഷൻ എന്നാണ് പറയുക. Question number 49. Bell's palsy is associated with the weakness of 5th cranial nerve, 7th cranial nerve, 9th cranial nerve and 10th cranial nerve. അപ്പോൾ ബെൽസ് പാൽസി അല്ലേ, ബെൽസ് പാൽസി എന്ന് പറയുമ്പോൾ 7th ക്രേനിയൽ നെർവിൻ്റെ അബ്നോർമാലിറ്റി കൊണ്ട് ഉണ്ടാകുന്ന ഒരു യൂണിലാറ്ററൽ ഫേഷ്യൽ പാരാലിസിസിനെയാണ് ബെൽസ് പാൽസി എന്ന് പറയുക. അപ്പോൾ എന്താണ്, പുരികം ഉയർത്താൻ പറ്റില്ല, നമ്മൾ ആഗ്രഹിക്കുന്ന മാതിരി ചിരിക്കുമ്പോൾ നമ്മുടെ ലിപ്സ് മൂവ് ചെയ്യാനായിട്ട് പറ്റില്ല, അങ്ങനെയുള്ള അബ്നോർമാലിറ്റീസ് ആണ് അവിടെ ഉണ്ടാവുക. ഇനി 5th ക്രേനിയൽ നെർവ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ട്രൈജെമിനൽ നെർവാണ്. സോ 5th ക്രേനിയൽ നെർവിന് ഇഞ്ചുറി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ദർ ഇസ് എ ചാൻസ് ഓഫ് ഡെവലപ്പിംഗ് ട്രൈജെമിനൽ ന്യൂറാൾജിയ. ഇനി 9th ക്രേനിയൽ നെർവ് ഇസ് ഗ്ലോസോഫാരിഞ്ചൽ നെർവ്. അത് നമ്മുടെ മെഡുല്ല ഒബ്ലാങ്കട്ടയിൽ തുടങ്ങി ഫാരിങ്സ് വരെ എത്തി നിൽക്കുന്ന നെർവാണ് ഗ്ലോസോഫാരിഞ്ചൽ നെർവ്. ദെൻ 10th ക്രേനിയൽ നെർവ് വേഗസ് നെർവാണ്, ലോങ്ങസ്റ്റ് നെർവാണ്. നമ്മുടെ വേഗൽ സ്റ്റിമുലേഷൻസ്, നമ്മുടെ വിസറൽ സ്റ്റിമുലേഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് വേഗസ് നെർവാണ്. സോ ഇവിടെ 49 കറക്റ്റ് ആൻസർ. ബെൽസ് പാൽസി എന്ന് പറയുന്നത് 7th ക്രേനിയൽ നെർവുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടുന്നത്. Question number 50. ESI Act came into effect on. ഏത് വർഷമാണ് ESI Act, എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് വരുന്നത്? 1947, 1948, 1950, 1952. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, 1948 ESI ആക്ട്, ഫാക്ടറി ആക്ട്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വന്ന ഒരു വർഷമാണ് 1948. Question number 51. അമിനോ സിന്തസിസ് ഈസ് ഡൺ അറ്റ്. ഏത് വീക്കിലാണ് അമിനോ സിന്തസിസ് നടത്തുന്നത്? 10 to 12 week of gestation, 7 to 10 week of gestation, 12 to 14 week of gestation and 15 to 18 week of gestation.
The correct answer for this question is option D, 15 to 18 week of gestation. So നമുക്ക് actually പറയുകയാണെങ്കിൽ 16 to 20 week of gestation എന്ന് നമുക്ക് പറയാം. So congenital abnormalities ഓ മറ്റോ ഉണ്ടോ എന്ന് അറിയാനായി നമ്മൾ ചെയ്യുന്ന ടെസ്റ്റാണ് അമിനോസിന്തസിസ്. ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റോ മറ്റോ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കുന്നതിനാണ് അമിനോസിന്തസിസ് സഹായിക്കുക. ഇത് ആപ്റ്റ് ആയിട്ട് ചെയ്യുന്ന 16 to 20 വീക്ക് ആണ്. തന്നിട്ടുള്ള ഓപ്ഷനിൽ 15 to 18 നമുക്ക് ഓപ്റ്റ് ചെയ്യാം. Question number 52. The influence of environment in patient care was emphasized by ഏത് തിയറിസ്റ്റ് ആണ് എന്നുള്ളതാണ് ചോദ്യം. ഹിൽഡിഗർ പെപ്ലോ, നൈറ്റിംഗേൽ, ഹിൻഡർസൺ ആൻഡ് മാർത്ത റോജേഴ്സ്. സോ എൻവയോൺമെന്റൽ തിയറി പ്രപ്പോസ് ചെയ്യുന്നത് ഫ്ലോറൻസ് നൈറ്റിംഗേൽ ആണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്ന ഉത്തരം. ഹിൽഡിഗർ പെപ്ലോ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് തിയറിയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ അവരുടെ പേര് അറിയേണ്ടുന്നത്. ദെൻ വിർജീനിയ ഹിൻഡർസൺ നഴ്സിംഗ് നീഡ്സ് തിയറി. സോ നഴ്സിംഗ് നീഡ്സ് തിയറി പ്രപ്പോസ് ചെയ്യുന്നത് ഹെൻഡർസൺ ആണ്. എന്താണ് മാർത്ത റോജേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ? സയൻസ് ഓഫ് യൂണിറ്ററി ഹ്യൂമൻ ബീയിങ് എന്ന തിയറി ആശയം മുന്നോട്ട് വെച്ചത് മാർത്ത റോജേഴ്സ് ആണ്. 1970 ഈ തിയറി വരുന്നത്. Question number 53. Rovsing sign is associated with ഏത് കണ്ടീഷനുമായി ബന്ധപ്പെട്ടാണ് റോവ്സിംഗ് സൈൻ അറിയേണ്ടുന്നത്? ഓപ്ഷൻ ഗിവൺ ഈസ് appendicitis, pancreatitis, cholecystitis, gastritis. ഓപ്ഷൻ എ അപ്പൻഡിസൈറ്റിസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. സോ അപ്പൻഡിസൈറ്റിസിന് റോസിംഗ് സൈൻ മാത്രമല്ല, ഒരുപാട് സൈൻ നമ്മൾ അറിയണം. ഒബ്റ്റുറേറ്റർ സൈൻ, സോയാസ് സൈൻ, ഇതെല്ലാം തന്നെ റോസിംഗ് അപ്പൻഡിസൈറ്റിസ് എന്ന കണ്ടീഷനുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. എന്നാൽ എന്താണ് റോസിംഗ് സൈൻ? സോ ലെഫ്റ്റ് അബ്ഡമിനൽ ക്വാഡ്രന്റിൽ പ്രസ് ചെയ്യുമ്പോൾ റൈറ്റ് ലോവർ ക്വാഡ്രന്റിൽ പെയിൻ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് റോസിംഗ് സൈൻ എന്ന് പറയുക. എന്താണ് സോയാസ് സൈൻ? നമ്മുടെ റൈറ്റ് തൈ ഹൈപ്പർ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ തൈസിൽ പെയിൻ എടുത്താൽ അതിനെയാണ് സോയാസ് സൈൻ എന്ന് പറയുക. എന്താണ് ഒബ്റ്റുറേറ്റർ സൈൻ? സോ നമ്മുടെ തൈസ് ഇന്റേണൽ ഫ്ലെക്ഷൻ ചെയ്യുമ്പോൾ തന്നെ കാലിൽ പെയിൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഒബ്റ്റുറേറ്റർ സൈൻ. ഇത്രയും സയൻസ് അല്ല, ഇനിയും അപ്പൻഡിസൈറ്റിസിന് ഒരുപാട് സയൻസ് നമ്മൾ അറിയേണ്ടുന്നതുണ്ട്. അത് നമ്മുടെ തിയറി ക്ലാസ്സുകളിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. Question number 54. Pioneers of immunization. Option is Chinese, Greek, Roman and Indian. ഓപ്ഷൻ എ ചൈനീസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. സോ ഇമ്മ്യൂണൈസേഷന് തുടക്കം കുറിക്കുന്നത് ചൈനീസ് ആണ്. സോ ദേ ആർ ബീൻ ഓൾസോ നോൺ ആസ് ബെയർ ഫുഡ് ഡോക്ടേഴ്സ്. ദെൻ റോമൻസ് അവർ സാനിറ്റേഷനുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്നത്. സേഫ് സാനിറ്റേഷനിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് റോമൻ ആളുകളാണ്. ഇനി ഗ്രീക്കുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ ഹിപ്പോക്രാറ്റസ് ഇസ് എ ഗ്രീക്ക് ഫിലോസഫർ, വളരെ പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ്, നമ്മളെടുത്ത് പറയേണ്ടുന്ന കാര്യമില്ല. അദ്ദേഹം ഒരു ഗ്രീക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന വ്യക്തിയാണ്. Question number 55. Fetal death after 20th week of gestation up to 28 days of birth per 1000 live birth. So perinatal mortality, infant mortality, neonatal mortality and maternal mortality. Here the correct answer is perinatal mortality. So the fetal death after 28th week of gestation up to 28 days of birth. Question number 56. Which among the following is not a superficial vein of upper limb? നമ്മുടെ upper limbലെ superficial vein അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ബേസിലിക് വെയിൻ, ബ്രേക്കിയൽ വെയിൻ, സെഫാലിക് വെയിൻ, മീഡിയൻ ക്യൂബിറ്റൽ വെയിൻ. ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്ന ഉത്തരം ബ്രേക്കിയൽ വെയിൻ ആണ്. മറ്റ് വെയിൻസ് എല്ലാം തന്നെ പ്രിഡോമിനൻ്റ് അല്ലെങ്കിൽ നമുക്ക് തെളിഞ്ഞ് കാണാൻ പറ്റുന്ന വെയിൻസ് ആണ്. Question number 57. Gout occur because of increased level of ഓപ്ഷൻസ് കാൽഷ്യം, പൊട്ടാസ്യം, ഓക്സലേറ്റ് ആൻഡ് യൂറിക് ആസിഡ്. അപ്പോൾ ഗൗട്ട് യൂറിക് ആസിഡിൻ്റെ ക്രിസ്റ്റൽ ഡെപ്പോസിഷൻ കൂടുന്നത് കാരണം ഒന്നുകിൽ അത് നമ്മുടെ അക്യൂമുലേഷൻ വരുന്നു, അല്ലെങ്കിൽ കൃത്യമായി കിഡ്നിയിൽ നിന്നും എക്സ്ക്രീഷൻ നടക്കുന്നില്ല. എന്താണേലും യൂറിക് ആസിഡ് അക്യൂമുലേറ്റ് ആകുന്നു, അതെന്തിൽ കലാശിക്കുന്നു? ഗൗട്ട് എന്ന അസുഖത്തിലേക്ക് കലാശിക്കുന്നു. അതിന് പല ഫാക്ടേഴ്സ് ഉണ്ടാവാം. എന്നാൽ ഗൗട്ടിന് കൊടുക്കുന്ന ഡ്രഗ് ഏത് എന്നും ഒരുപാട് പ്രാവശ്യം ചോദിച്ച ചോദ്യമാണ്. സോ ദ ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ ഗൗട്ട് ഈസ് allopurinol. Question number 58. The beneficiaries of ICDS program are all except ഏത് എന്നാണ് ചോദ്യം. So options child in the age group of 0 to 6 years, yes it is there.
Pregnancy and lactating mother, yes, it is there included in the ICDS program. Elderly above the age of 60, is there included in their our ICDS program? No, it is not included, so it is the answer. And the adolescent girls, that is the age group between 11 to 18 years, yes, of course they are also included in our ICDS program. അപ്പോൾ include ആവാത്തത് 60 വയസ്സിന് മേളിൽ പ്രായമുള്ള old age ഗ്രൂപ്പിനെയാണ് ഇല്ലാത്തത്. Question number 59. Pelvic brim is round, ischial spine is round, ischial spine is blunt and subpubic angle is 90 inch. ഏത് ടൈപ്പ് പെൽവിസ് ആണ് എന്നാണ് ചോദ്യം. ഗൈനക്കോയിഡ്, ആൻഡ്രോയിഡ്, പ്ലാറ്റിപെലോയിഡ്, ആന്ത്രപ്പോയിഡ് pelvis. So let us have a discussion on the various pelvises. So ഏകദേശം 50% സ്ത്രീകളിലും കാണുക ഗൈനക്കോയിഡ് പെൽവിസ് ആണ്. ഗൈനക്കോയിഡ് പെൽവിസിന്റെ പ്രത്യേകത എന്താണ്? സ്ലൈറ്റ്ലി ഓവോയിഡ് ഓർ ട്രാൻസ്വേഴ്സ്ലി റൗണ്ട്. സോ ഇറ്റ് ഈസ് റൗണ്ട്. So how you can say it is android? ഏകദേശം 23% സ്ത്രീകളിൽ കാണുക ആൻഡ്രോയിഡ് ടൈപ്പ് ഓഫ് പെൽവിസ് ആണ്. So that pelvis will appear as heart shaped, angulated. So it is heart shaped. So anthropoid, it is 24% of the woman is having anthropoid pelvis. The shape of the pelvis will be oval, wider anteroposterior is oval shape. Platypeloid, it's 3%, flattened anteroposteriorly and wide transversely. And how the appearance of the pelvis will be? Flat. But in our question, it is clearly saying it is rounded ischial spine is blunt. So without any doubt, you have to go with option A, it is gynecoid pelvis. Question number 60. Which among the following is a classical sign of increased ICP? ICP കൂടുമ്പോൾ കാണുന്ന classical sign ഏത്? Option hyperthermia, hemiparesis, blurred vision and widened pulse pressure. So ICP യിൽ നിങ്ങൾ പഠിക്കുമ്പോൾ അവിടെ നമ്മുടെ തിയറിയിൽ നിങ്ങൾ പഠിക്കുന്ന ഒരു ട്രയാഡ് ഉണ്ട്, that is Cushing's triad. Where you can see widened pulse pressure, bradycardia and bradypnea. That is pulse കുറയുന്നു, respiration കുറയുന്നു and systolic diastolic pressure ഇടയ്ക്ക് wide variation വരുന്നു. So here the option D, widened pulse pressure, is the correct option. And question number 61. A form of play in which the child play adjacent to each other but do not influence the play. So both are sitting. Here both are sitting one another but they are not influenced by each other. What kind of play it is? Option A, solitary play. Option B, onlooker play. Option C, parallel play. And option D, dramatic play. So let's have a look on the types of play and the age group. So solitary play, how the child will be? So the infants will be having a solitary play. They will be playing alone. So onlooker play also it is in the toddler. Then parallel play, it's in the toddler. So ഇവിടെ എന്താ സംഭവിക്കുക? Parallel play they will be sitting nearly but they will be engaged in their own play activities. Associative play you can see in preschooler and the cooperative play you can see in the schooler group. Question number 62. Temporary hardness of water is produced by calcium sulfate, magnesium sulfate, calcium chloride and bicarbonate. Here the correct answer is calcium bicarbonate. Temporary hardness ആണെങ്കിൽ ബൈകാർബണേറ്റും, പെർമനന്റ് ഹാർഡ്നെസ്സിന് കാരണക്കാരാണ് സൾഫേറ്റ് ഗ്രൂപ്പുകൾ. അപ്പോൾ സൾഫേറ്റ് മാത്രമല്ല നൈട്രേറ്റ് ഗ്രൂപ്പ്സ് ആണെങ്കിലും പെർമനന്റ് ഹാർഡ്നെസ് ആണ് കാരണക്കാർ. സോ കാൽഷ്യം മെഗ്നീഷ്യം sulfate or calcium magnesium bicarbonate is responsible for temporary hardness of water. So next is question number 63. Drug which dilate the pupils. അപ്പോൾ കണ്ണിൻ്റെ pupils കൃഷ്ണമണി dilate ചെയ്യുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡ്രഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓപ്ഷൻ എ മിഡ്രിയാട്രിക്സ് ആണ്. മയോട്ടിക്സ് ആണെങ്കിൽ എന്താ ചെയ്യുക? കൺസ്ട്രിക്ഷൻ ആണ് ചെയ്യുക. ഹിപ്നോട്ടിക്സ് എന്താണ് ചെയ്യുക? ദേ വിൽ ഗിവ് എ സെഡേറ്റീവ് എഫക്റ്റ്. ആൻഡ് നാർക്കോട്ടിക്സ് എന്ന് പറയുമ്പോൾ ഒപ്പിയോയിഡ് അനാൾജസിക്കുകളാണ്. നമ്മുടെ മോർഫിൻ, കൊഡീൻ എല്ലാം ഒപ്പിയോയിഡ് അനാൾജസിക്സ് അല്ലെങ്കിൽ നാർക്കോട്ടിക്സ് കാറ്റഗറിയിൽ വരുന്ന ഡ്രഗ്സ് ആണ്. Question number 64. Collection of blood of fluid pericardial sac is called cardiomegaly, cardiac tamponade, cardiosynthesis and cardiomyopathy.
അപ്പോൾ ബ്ലഡ് നമ്മുടെ പെരികാർഡിയൽ സാക്കിൽ കളക്ട് ചെയ്താൽ എന്ത് പറയും എന്നുള്ളതാണ്. സോ ബ്ലഡ് പെരികാർഡിയൽ ഫ്ലൂയിഡിൽ കളക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിന് പറയുന്ന പേര് കാർഡിയാക് ടാമ്പോണേഡ് എന്നാണ് പറയുക. അപ്പോൾ സാധാരണഗതിയിൽ 50 ml ഓഫ് ബ്ലഡ് ആണ് നമുക്ക് കാണേണ്ടുന്നത്. അതിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അതിനെ കാർഡിയാക് ടാമ്പോണേഡ് എന്ന് പറയും. അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനപ്പെട്ട എപ്പോഴും ചോദിക്കുന്ന മറ്റൊരു തിയറി ക്വസ്റ്റ്യൻ ആണ്, ദാറ്റ് ഈസ് ഡെക്സ് ട്രയാഡിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കുക. So we will discuss in our theory classes. So going on to the next question, question number 65. Slowing down of fetal heart sound on pushing down of the fetal head into the pelvis is. അപ്പോൾ ഫീറ്റസിന്റെ ഹെഡ് പെൽവിസിലേക്ക് പുഷ് ചെയ്തിറക്കുമ്പോൾ കുഞ്ഞിന്റെ ഹാർട്ട് റേറ്റ് കുറയുകയാണ്. അതിന് എന്ത് സൈൻ എന്നാണ് പറയുക? ഹിഗാർഡ് സൈൻ, ഓഷിയാൻഡർ സൈൻ, സ്റ്റോൾവർത്തി സൈൻ ആൻഡ് ചാഡ്വിക് സൈൻ. സോ മറ്റ് ഓപ്ഷൻസ് എല്ലാം ഡിസ്ട്രാക്ടേഴ്സ് ആണ്. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ, ദാറ്റ് ഇസ് സ്റ്റോൾവർത്തി സൈൻ. എസ്പെഷ്യലി നമ്മുടെ പ്ലാസൻഡ പ്രീവിയ പോസ്റ്റീരിയർ ടൈപ്പ് 2-ൽ വരുന്ന കണ്ടീഷനിലാണ് നമുക്ക് ഈ സ്റ്റോൾവർത്തി സൈൻ കൂടുതലായും കാണാൻ സാധിക്കുക. Question number 66. Presence of which immunoglobulin in the serum of newborn indicate congenital infection? So this is a previously discussed question, I hope so. So IgG, IgA, IgM and IgE. Option correct answer is IgM. അപ്പോൾ സാധാരണഗതിയിൽ IgMന്റെ ഹാഫ് ലൈഫ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞ് ജനിക്കുമ്പോൾ അത് ശരീരത്തിൽ കാണണമെന്നില്ല. എന്നാൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അയാളുടെ ശരീരത്തിൽ കൂടുതലായി IgMന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് എ കൺജനിറ്റൽ ഇൻഫെക്ഷൻ. ഇറ്റ് ക്യാൻ ബി എ ഇൻഫെക്ഷൻ ഓഫ് റുബെല്ല ഓർ സംതിങ്. ഓക്കെ, ഹാഫ് ലൈഫ് ഏറ്റവും കൂടുതലുള്ള ഇമ്യൂണോഗ്ലോബുലിൻ ഏത് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് IgG. ഇറ്റ് ഈസ് 23 days. Question number 67. Restraints are mainly used in preventing injury, preventing bed sore, improving mobility, improving functional ability. So this is bit a confusing question too. അപ്പോൾ റീസ്ട്രെയിൻസ് നമുക്ക് സൈക്കാട്രിക് പെർസ്പെക്റ്റീവിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ പീഡിയാട്രിക് പെർസ്പെക്റ്റീവിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു സൈക്കാട്രിക് പെർസ്പെക്റ്റീവിൽ നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ എ ഇഞ്ചുറീസ് പ്രിവെൻറ്റ് ചെയ്യാനാണ് നമ്മൾ കൂടുതൽ റീസ്ട്രെയിൻസ് ഉപയോഗിക്കുക. അതുപോലെ ഇപ്പോൾ ഫ്രാക്ചർ കേസിൽ നമ്മൾ റീസ്ട്രെയിൻ കൊടുക്കാറുണ്ട്, ഇമ്മൊബിലൈസ് ചെയ്യാനും ഫങ്ഷണൽ എലിമെൻറ്റ്സ് കുറയ്ക്കാനുമായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. സോ ഇവിടെ ഓപ്ഷൻ എ പ്രിവെൻറ്റിംഗ് ഇഞ്ചുറീസ് നമുക്ക് ഓപ്റ്റ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 68. Outbreak of disease in birds is called epizootic, endemic, enzootic and epornithic. So outbreak of disease in bird population എന്താണെന്നുള്ളതാണ് ചോദ്യം. സോ ബേർഡ് പോപ്പുലേഷനിലാണ് ഔട്ട്ബ്രേക്ക് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എപ്പോർനിത്തിക്സ്. അപ്പോൾ എന്താണ് മറ്റ് ടെർമിനോളജീസ്? എപ്പിസൂട്ടിക്, അതായത് ഒരു അനിമൽ പോപ്പുലേഷൻ ഇടയ്ക്ക് ഒരു ഡിസീസ് ഔട്ട്ബ്രേക്ക് ഉണ്ടായാൽ അതിന് പറയുന്ന പേരാണ് എപ്പിസൂട്ടിക്. എൻസ്യൂട്ടിക് എന്ന് പറയുന്നത് അനിമൽസിൻ്റെ ഇടയിൽ തന്നെ ഒരു എൻഡമിക് ആയിട്ട് ഒരു ഡിസീസ് നിന്നാൽ അതിനെ എൻസോട്ടിക് എന്ന് പറയുന്നു. എൻഡമിക്, എന്താണ് എൻഡമിക് എന്ന് പറയുന്നത്? ഒരു കോൺസ്റ്റന്റ് പ്രസൻസ് ഓഫ് എ ഡിസീസ് ഇൻ എ പർട്ടിക്കുലർ ഏരിയ, ദാറ്റ് ഈസ് കോൾഡ് എൻഡമിക്. Question number 69. Emergency contraceptive pills have to be taken when? Options given is before an unprotected sex, within 24 hours after unprotected sex, within 36 hours after unprotected sex and option D within 72 hours after unprotected sex. അപ്പോൾ നമ്മളൊരു എമർജൻസി കോൺട്രാസെപ്റ്റീവ് എപ്പോഴും എടുക്കേണ്ടുന്നത് ഓപ്ഷൻ ഡി, within 72 hours after unprotected sex you have to take a oral emergency contraceptive pill. Question number 70. An anti-metabolite drug used in cancer chemotherapy. Options is methotrexate, cisplatin, doxorubicin and vincristine. ഇവിടെ കറക്റ്റ് ഉത്തരം വരുന്നത് മീത്തോട്രിക്സേറ്റ് ആണ്. കറക്റ്റ് ആയിട്ട് വരുന്ന ഉത്തരം മീത്തോട്രിക്സേറ്റ് ഒരു ഇമ്മ്യൂണോ സപ്രസൻ്റ് ആയിട്ടുള്ള ഒരു ഡ്രഗ് ആണ്. സാധാരണഗതിയിൽ പലതരത്തിലുള്ള ക്യാൻസർ, അതായത് CA ബ്രസ്റ്റ് ആവട്ടെ, ഹെഡ് ആൻഡ് നെക്ക് ട്യൂമർ ആവട്ടെ, അതുപോലെ തന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സിനും നമ്മൾ മീത്തോട്രിക്സേറ്റ് അഡ്വൈസബിൾ ആയിട്ടുള്ള ഒരു ഡ്രഗ് ആണ്. എന്നാൽ മറ്റു ഡ്രഗ്സ് എല്ലാം എന്താണ് ഡിസ്ട്രാക്ടേഴ്സ് ആണ്, നമുക്കത് ഒമിറ്റ് ചെയ്യാം. Question number 71. Which among the following is to be expected in a person with obsessive compulsive disorder? Option is exhibitionism, repetitive behavior, bodily illusions and impulsiveness. അപ്പോൾ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ ഒരു സൈക്കാട്രിക് കണ്ടീഷൻ ആണ്, ഒരു ന്യൂറോട്ടിക് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. വേർ ദ പേഴ്സൺ വിൽ ബി ഹാവിങ് റിപ്പീറ്റഡ് ഇൻട്രൂഷൻ ഓഫ് തോട്ട്സ്. അപ്പോൾ ഒരു കാര്യം നമ്മൾ റിപ്പീറ്റഡ്ലി നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ആശയങ്ങൾ വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഒബ്സഷൻ എന്നും, എന്നാൽ ഈ ചിന്ത കാരണം അതൊരു ആക്ഷനിലേക്ക് പോയാൽ അതിനെ കമ്പൽഷൻ എന്നുമാണ് പറയുക. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷൻ ബി തിരഞ്ഞെടുക്കാം. റെപ്പറ്റേറ്റീവ് ബിഹേവിയർ ആണ് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡറിൽ കാണാൻ സാധിക്കുക. Question number 72. The incidence of a disease is assessed by doing a
അപ്പോൾ ഒരു ഡിസീസിൻ്റെ ഇൻസിഡൻ്റ് ആണ് നമുക്ക് അറിയേണ്ടുന്നത്. ഓപ്ഷൻസ് എന്തൊക്കെയാ? ക്രോസ് സെക്ഷണൽ സ്റ്റഡി, എക്സ്പെരിമെൻ്റൽ സ്റ്റഡി, കേസ് കൺട്രോൾ സ്റ്റഡി ആൻഡ് കൊഹോർട്ട് സ്റ്റഡി. സോ ഓപ്ഷൻ ഡി കൊഹോർട്ട് സ്റ്റഡീസ് ആണ് നമ്മുടെ ഒരു ഇൻസിഡൻസ്, അതിനെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡി എന്നോ ഫോർവേഡ് ലുക്കിംഗ് സ്റ്റഡിയോ എന്നോ ഒക്കെ പറയാം. സോ കൊഹോർട്ട് സ്റ്റഡി ഈസ് ദ മോസ്റ്റ് ആക്യുറേറ്റ് ആൻസർ. 73, the largest diameter of pelvic inlet is, you should note the point, it is pelvic inlet. It is anteroposterior diameter, transverse diameter, oblique diameter and anatomical conjugate. So let's see the explanation for this. There you want to know the diameters of the pelvis. So endakeyana? So anteroposterior diameter, oblique diameter and transverse diameter, inlet, cavity, outlet അങ്ങനെയാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടാവും. സോ പെൽവിക് ഇൻലെറ്റിൻ്റെ ആൻട്രോപോസ്റ്റീരിയർ ഡയമീറ്റർ 11 ആണ്, ഒബ്ലിക് ഡയമീറ്റർ 12 ആണ്, ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ 13 ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇൻലെറ്റ് എത്രയാണെന്നുള്ളതാണ്. സോ ഇൻലെറ്റിൻ്റെ ഡയമീറ്റർ ഈസ് ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ, ഇറ്റ് ഈസ് 13 സെൻറ്റിമീറ്റർ. എന്നാൽ ഔട്ട്ലെറ്റ് ചോദിച്ചിരുന്നെങ്കിലോ, ഔട്ട്ലെറ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് ആൻട്രോപോസ്റ്റീരിയർ ഡയമീറ്റർ വിച്ച് ഈസ് 13 സെൻറ്റിമീറ്റർ. ക്ലിയർ സ്റ്റുഡൻസ്? So now moving with the next question, question number 74. Fracture that happens when bone bends and break but doesn't break into separate pieces. Broken ആയിട്ട് bend ചെയ്തിട്ടുണ്ട്, broken ആണ്, but separate pieces ആയിട്ടില്ല. എന്ത് പറയും? Comminuted, displaced, green stick fracture and open fracture. ഇവിടെ എങ്ങനെ ഇരിക്കുക ഫ്രാക്ചർ? ഓക്കെ, സോ ഒരു സൈഡ് പൊട്ടുകയും ഒരു സൈഡ് ബെൻഡ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. ദിസ് ടൈപ്പ് ഓഫ് ഫ്രാക്ചർ യു ക്യാൻ സീ ഇൻ ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ. മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഫ്രാക്ചർ ദാറ്റ് സീൻ ഇൻ ചിൽഡ്രൻസ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ. നിരവധി തവണ PSCയിൽ ചോദിച്ച ഒരു ചോദ്യവും കൂടെയാണ് ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ. എന്നാൽ ഓപ്പൺ ഫ്രാക്ചർ എന്ന് പറയുമ്പോൾ ദർ ഇസ് എ ബ്രേക്ക് ഇൻ ദ കണ്ടിന്യൂറ്റി ഓഫ് ദ സ്കിൻ. അവിടെ നമ്മുടെ സ്കിന്ന് കട്ട് ചെയ്ത് ബോൺ പുറത്തു വരികയാണ്. അപ്പോൾ ബ്രേക്ക് ഇൻ ദ കണ്ടിന്യൂറ്റി ഓഫ് സ്കിൻ ഈസ് സീൻ ഇൻ ഓപ്പൺ ഫ്രാക്ചർ. എന്നാൽ ക്ലോസ്ഡ് ഫ്രാക്ചറിൽ നമ്മുടെ സ്കിന്നിൻ്റെ കണ്ടിന്യൂറ്റിയെ അഫക്റ്റ് ചെയ്യുന്നില്ല. ഇനി കമ്മിന്യൂട്ടഡ് ഫ്രാക്ചർ ആണെങ്കിലോ, ഒരു ബോൺ ഫ്രാക്ചറായി സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നില്ല, ബട്ട് അവിടെ തന്നെ കംപ്രസ് ആയിരിക്കുന്നതിനാണ് കമ്മ്യൂണിറ്റഡ് ഫ്രാക്ചർ എന്ന് പറയുക. ഡിസ്പ്ലേസ്ഡ് ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ ഫ്രാക്ചറായി സ്കിന്നിൻ്റെ അകത്ത് തന്നെ ഇങ്ങനെ മാറിയിരിക്കുകയാണ് ഫ്രാക്ചർ ബോൺ. ഓക്കെ, സോ ദിസ് ഇസ് എ ഡിസ്പ്ലേസ്ഡ് ഫ്രാക്ചർ. Question number 75. How many doses of vaccine are required for COVID-19 vaccine? Again, this is a discussed question, so I am skipping. It is 2 doses ആണ് നമ്മൾ കൊടുക്കേണ്ടുന്നത്. 2 doses 0.5 ml intramuscularly ആണ് ഇഞ്ചെക്ട് ചെയ്യേണ്ടത്. Active artificial immunity can be achieved by option A immunoglobulin, option B immunization, option C occurrence of disease and option D placental transmission. ഓക്കെ, അപ്പോൾ ക്വസ്റ്റൻ എന്താണ്? ആക്റ്റീവ് ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റി കിട്ടുന്നത് എങ്ങനെയാണെന്നാണ്. ഓപ്ഷൻ ബി ഇമ്മ്യൂണൈസേഷനിലൂടെയാണ് നമുക്ക് ആക്റ്റീവ് ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റി കിട്ടുക. എന്നാൽ ഇപ്പോൾ അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് ഇമ്മ്യൂണോഗ്ലോബിൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നു, അപ്പോൾ കിട്ടുന്ന എന്താണ്? നാച്ചുറൽ പാസീവ് ഇമ്മ്യൂണിറ്റിയാണ് കിട്ടുക. ക്വസ്റ്റൻ നമ്പർ 77. ഹാംബർഗർ ഷിഫ്റ്റ് ഈസ് സീൻ ഇൻ oxygen transport, bicarbonate transport, carbohydrate metabolism and protein metabolism. ഇവിടെ ഓപ്ഷൻ ബി ആണ്, ബൈകാർബണേറ്റ് ട്രാൻസ്പോർട്ട് ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ഉത്തരം. നമ്മുടെ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൽ ക്ലോറൈഡ് ആൻഡ് ബൈകാർബണേറ്റ് ഷിഫ്റ്റ് നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് പറയുന്നത് ഹാംബർഗ് ഷിഫ്റ്റ്. സോ ഇറ്റ് ഈസ് ദ ബൈകാർബണേറ്റ് ട്രാൻസ്പോർട്ട്. സോ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിലിംഗ് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. സോ ഇതൊരു ബ്രീഫ് മാത്രമേ ആവുന്നുള്ളൂ, നമുക്ക് തിയറിയിൽ അത് ഡിസ്കസ് ചെയ്യാം. Question number 78. The endoscopic examination through the end of vagina into recto-uterine pouches. അപ്പോൾ നമ്മുടെ വജൈനയിലൂടെ റെട്രോ യൂട്രൈൻ പൗച്ചിലേക്ക് അറിയുന്നതിന് നടത്തുന്ന എൻഡോസ്കോപ്പിക് എക്സാമിനേഷൻ എന്ത് പേര് പറയും? കൾഡോസ്കോപ്പി, പ്രോട്ടോസ്കോപ്പി, സിസ്റ്റോസ്കോപ്പി ആൻഡ് ലാപ്രോസ്കോപ്പി. ഹിയർ ദ ഓപ്ഷൻ ഈസ് കൾഡോസ്കോപ്പി. ഓപ്ഷൻ എ കൾഡോസ്കോപ്പി ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ഉത്തരം. ഓപ്ഷൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 79. ഫസ്റ്റ് ഫീറ്റൽ മൂവ്മെന്റ് ഫെൽറ്റ് ബൈ ദ മദർ. അപ്പോൾ അമ്മയ്ക്ക് ആദ്യമായി ഫീൽ ചെയ്യുന്ന ഫീറ്റൽ മൂവ്മെന്റിന് എന്ത് പറയും? ഓപ്ഷൻ എ ലൈറ്റ്നിങ്, ഓപ്ഷൻ ബി ബ്രാക്സ്റ്റൺ ഹിക്സ് കൺട്രാക്ഷൻ, ഓപ്ഷൻ സി ക്യുക്കനിങ് ആൻഡ് ഓപ്ഷൻ ഡി ഈസ് കിക്ക്.
അപ്പോൾ ഫസ്റ്റ് ഫീറ്റൽ മൂവ്മെൻറ്റിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ക്യുക്കനിങ്. ക്യുക്കനിങ് എന്നാണ് പറയുക. എന്നാൽ ലൈറ്റനിങ് എന്ന് പറയുമ്പോൾ ഒരു 36 വീക്സായി നമ്മുടെ യൂട്രസ് കംപ്ലീറ്റ് ഗ്രോത്ത് ആയി അത് കഴിയുമ്പോഴത്തേക്കും കുഞ്ഞ് ഡിസെൻഡ് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മുടെ യൂട്രസ് എന്ത് ചെയ്യും? അത് സിഫോയിഡ് പ്രോസസ്സിൽ നിന്ന് താഴേക്ക് ഡിസെൻഡ് ആവുന്നു. അതിന് പറയുന്ന പേരാണ് ലൈറ്റനിങ്. ബ്രാക്സ്റ്റൺ ഹിക്സ് കൺട്രാക്ഷൻ എന്ന് പറയുന്നത് അമ്മയ്ക്ക് ഉണ്ടാകുന്ന ഒരു എന്താണ്? യൂട്രൈൻ കൺട്രാക്ഷനാണ്, സിവിയർ കൺട്രാക്ഷൻസിനെയാണ് പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 80, കോൺസ്റ്റന്റ് പ്രസൻസ് ഓഫ് എ ഡിസീസ് ഇൻ എ ഗിവൺ ജിയോഗ്രഫിക്കൽ ഏരിയ. ഒരു പർട്ടിക്കുലർ ജിയോഗ്രഫിക്കൽ ഏരിയയിൽ കോൺസ്റ്റന്റ് പ്രസൻസ് ഉണ്ട് എങ്കിൽ അതിന് പറയുന്ന പേരാണ് എന്ത്? എൻഡമിക് എന്ന് പറയുന്നു. സോ ഔട്ട്ബ്രേക്ക് ആണെങ്കിൽ എപ്പിഡമിക് എന്ന് പറയുന്നു. ഒരു ഔട്ട് ഓഫ് ദ കൺട്രി നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആണ് പാൻഡമിക് സിറ്റുവേഷൻ. ഇനി സ്പോറിയാഡിക് എന്ന് പറഞ്ഞാൽ ഡിസീസ് പല പല രാജ്യങ്ങളിൽ സ്കാറ്റേർഡ് ആയി കണ്ടാൽ അതിനെ സ്പോറിയാഡിക് എന്ന് പറയുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 81, കെമിക്കൽ സ്റ്റെറിലന്റ് യൂസ്ഡ് ഫോർ ഡിസ്ഇൻഫെക്റ്റിംഗ് ഷാർപ്പ് ഇൻസ്ട്രുമെന്റ്സ്. ഷാർപ്പ് ഇൻസ്ട്രുമെന്റ്സ് ഡിസ്ഇൻഫെക്റ്റ് ചെയ്യാൻ നമ്മൾ ഏത് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഷാർപ്പ് ഇൻസ്ട്രുമെന്റ്സ് ഡിസ്ഇൻഫെക്റ്റ് ചെയ്യാൻ നമ്മൾ ഓപ്ഷൻ ബി ഗ്ലൂട്ടറാൾഡിഹൈഡ് ആണ് യൂസ് ചെയ്യാറ്. Option 80, question number 82. In a patient with recovering from traumatic brain injury, which among the following has to be checked before starting oral feed? അപ്പോൾ ട്രോമാറ്റിക് ഇഞ്ചുറി ആണ്, ഓറൽ ഫീഡ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതിന് മുമ്പ് നിങ്ങൾ എന്താ ചെക്ക് ചെയ്യേണ്ടുന്നത്? നോർമൽ സ്പീച്ച് ആണോ, ജഡ്ജ്മെന്റ് ആണോ, ടേസ്റ്റ് സെൻസേഷൻ ആണോ, ഗ്യാഗ് റിഫ്ലെക്സ് നിങ്ങൾ ചെക്ക് ചെയ്യോ? You have to go with gag reflex. Do the patient is able to swallow something? Okay, swallowing reflex start ചെയ്തിട്ടില്ല, gag reflex ഇല്ല എങ്കിൽ aspiration ഉള്ള സാധ്യതയുണ്ട്. So in order to prevent it, you have to check, do the patient has gag reflex? Question number 83. A presentation in which the baby's buttocks is to the lower pole of the uterus. അപ്പോൾ നമ്മുടെ ഓക്കെ നമ്മുടെ യൂട്രസിൻ്റെ ലോവർ പോളിൽ കുഞ്ഞിൻ്റെ ബട്ടക്സ് ആണ് കാണുന്നതെങ്കിൽ നിങ്ങൾ അതിന് എന്ത് പ്രസൻറ്റേഷൻ എന്ന് പറയും? നിങ്ങൾ അതിനെ ബ്രീച്ച് പ്രസൻറ്റേഷൻ എന്ന് പറയണം. ക്വസ്റ്റ്യൻ നമ്പർ 84, വിച്ച് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഇനിഷ്യേറ്റഡ് മിഡ് ഡേ മീൽ പ്രോഗ്രാം? അപ്പോൾ മിഡ് ഡേ മീൽ പ്രോഗ്രാം ഇന്ത്യയിൽ എവിടെയാണ് ആദ്യമായി സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഇൻ കേരള ഓർ മഹാരാഷ്ട്ര ഓർ തമിഴ്നാടു ഓർ ആന്ധ്രാപ്രദേശ്. സോ ഇറ്റ് ഈസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് തമിഴ്നാടു. ഇൻ ദ ഇയർ 1961 ദ മിഡ് ഡേ മീൽ പ്രോഗ്രാം ഹാസ് ബീൻ സ്റ്റാർട്ടഡ്. അപ്പോൾ സ്കൂൾ ലഞ്ച് പ്രോഗ്രാം അഥവാ മിഡ് ഡേ മീൽ പ്രോഗ്രാം എന്നാണ് പറയുക. 1961 തമിഴ്നാട്ടിലാണ് മിഡ് ഡേ മീൽ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. Then which among the following is a hypertonic solution? So 0.45% NS, 0.33% NS, 0.9% NR or 3% NS. So option D, 3% NS is the correct answer. കാരണം എന്താണ്? 0.9% NS and ringer lactate you will consider as a isotonic solution. അപ്പോൾ ഇതിൽ കൂടുതൽ വരുന്നതെല്ലാം ഹൈപ്പർടോണിക് ആണ്, ഇതിൽ കുറഞ്ഞു വരുന്നതെല്ലാം എന്താണ്? ഹൈപ്പോടോണിക് ആണ്. അപ്പോൾ ഇതാണ് ന്യൂട്രൽ വാല്യൂ. അപ്പോൾ ഇതിൽ കൂടി വരുന്നത് 3% NS ആണ്. സോ ഇറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 86. During the ET suction care should be taken not to apply suction pressure more than. നമ്മൾ എൻഡോട്രക്കിയൽ ഇൻറ്റുബേറ്റ് ചെയ്ത പേഷ്യൻറ്റിന് സക്ഷനിങ് കൊടുക്കുമ്പോൾ എത്രയിൽ കൂടാൻ പാടില്ല? ഇറ്റ് ഷുഡ് നോട്ട് ബി മോർ ദാൻ 10 seconds. 10 സെക്കൻഡിൽ കൂടുതലായിട്ട് കൊടുക്കാൻ പാടില്ല. ഇത് പലതവണ PSCയിൽ ചോദിച്ച ചോദ്യമാണ്. Question number 87. An example of high blood biological value protein food is option soybean, egg, green gram and groundnut. Option B, egg is the correct answer. So high biological value protein എന്ന് പറഞ്ഞാൽ which contains all the essential amino acids. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട് PVT ടിം ഹോൾ എന്നാണ് നമ്മൾ പഠിക്കുക. ഓൾ ദ എസെൻഷ്യൽ അമിനോ ആസിഡ്സിനെ ഓർത്ത് വെക്കാനുള്ള ഒരു നിമോണിക്കാണ് നമ്മൾ ഇത് അറിഞ്ഞിരിക്കുക. അപ്പോൾ എല്ലാ എസെൻഷ്യൽ അമിനോ ആസിഡും അടങ്ങിയ ഭക്ഷണം എന്ന രീതിയിൽ എഗ്ഗിനെ നമ്മൾ ഹൈ ബയോളജിക്കൽ വാല്യൂ പ്രോട്ടീൻ അഥവാ റെഫറൻസ് പ്രോട്ടീൻ എന്നും പറയാറുണ്ട്. Hope you are clear with the question, students. Question number 88. Patient receiving opioid analgesic such as morphine should be monitored for. അപ്പോൾ opioid analgesic ആണ് മോർഫിൻ കൊഡീൻ എന്നുള്ള
ഡ്രഗ്സ്. അപ്പോൾ ഈ നാർക്കോട്ടിക് ഡ്രഗ്സ് കൊടുക്കുമ്പോൾ നമ്മൾ പേഷ്യൻ്റെ ഏത് വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്? ടെമ്പറേച്ചർ ആണോ, പൾസ് ആണോ, റെസ്പിറേഷൻ ആണോ, ബ്ലഡ് പ്രഷർ ആണോ? യു ഹാവ് ടു കോൺസെൻട്രേറ്റ് ഓൺ ദ റെസ്പിറേഷൻ ബിക്കോസ് മോർഫിൻ there is a chance for developing respiratory depression or respiratory distress ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട്. So you have to monitor for respiration. Question number 89, chronic carrier stage is seen in which disease? That is diphtheria, tetanus, typhoid, malaria. So this is also a quite confusing question, students. So option C you can choose. Option C you can choose, that is typhoid. Still the second is you can opt as diphtheria. Question number 19, a localized swelling of the fetal scalp in labor due to effusion of serum. അപ്പോൾ സീറം കൊണ്ട് കളക്ട് ചെയ്തിട്ടുണ്ട് ഫീറ്റൽ സ്കാപ്പ്, ലൈക്ക് നിങ്ങളിപ്പോൾ ഒരു വാക്യൂം സക്ഷനിങ് ചെയ്യുന്നു, ഫോഴ്സപ്സ് ഡെലിവറി ചെയ്യുന്നു, ദർ ഇസ് എ ചാൻസ്. സോ ഓപ്ഷൻസ് എന്താണ്? സെഫാൽ ഹെമറ്റോമ, കൺട്യൂഷൻ, ക്യാപുട്ട് സക്സിഡീനം, ഹൈഡ്രോസെഫാലസ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ക്യാപുട്ട് സക്സിഡീനം. Okay, so because collected material is a serum, so if it is in a blood and if crosses the suture line, then it is not subsiding, then you can consider it as a cephal hematoma, but it is a fetal scap, the collection of serum is there and it is not crossing the, so in this question it is answer is caput succedaneum. Question number 91, surgical correction of hypertrophic pyloric stenosis is Whipple's resection, Brenner's operation, Ramsted's procedure or Trendelenburg operation. So here the correct answer is option C, Ramsted's procedure is the correct answer. So Whipple's resection നമ്മുടെ pancreaticoduodenectomy ഒക്കെ ചെയ്യുന്നതാണ്. So pyloric stenosis നെ നമ്മൾ ചെയ്യുക Ramsted's procedure ആണ്. Question number 92, thyroid stimulating hormone produced by thyroid gland, pituitary gland, pineal gland and adrenal gland. അപ്പോൾ തൈറോയിഡിൻ്റെ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. Question number 93, break-borne fever refers to. So break-borne fever എന്നറിയപ്പെടുന്നത് ഏതാണ്? ചിക്കൻ ഗുനിയ, ഡെങ്കു, ലെപ്റ്റോസ്പൈറ ആൻഡ് മലേറിയ. സോ ബ്രേക്ക്-ബോൺ ഫീവർ എന്നറിയപ്പെടുന്നത് ഡെങ്കു ഫീവറിനെയാണ്, അഥവാ ബ്രേക്ക് ബോൺ ഫീവർ എന്നും പറയുക. സോ ലെപ്റ്റോസ്പൈറോസിസ് റാറ്റ് ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാകുന്നതാണ്. ലെപ്റ്റോസ്പൈറയുടെ സിവിയർ ഫോമാണ് വീൽസ് ഡിസീസ് എന്ന് പറയുക. Question number 94, TNAA or Trained Nurses Association was established in ഏത് വർഷമാണ് വന്നത്? ഓപ്ഷൻ ബി 1908ലാണ് Trained Nurses Association of India ഫോം ചെയ്തത്. അതിൻ്റെ കറണ്ട് പ്രസിഡൻഷിപ്പ് ഹോൾഡ് ചെയ്യുന്നത് ഡോക്ടർ റോയ് കെ ജോർജ് ആണ്. പ്രസിഡന്റ് സെക്രട്ടറി ജനറൽ it is Evelyn P. Kannan. Question number 95, compression ventilation ratio in providing basic life support with a single rescuer in adult victim is. Option is 30:1, 30:2, 15:1 and 15:2. So no matter in case of adult and a single rescuer or a double rescuer, the compression ventilation ratio is option B 30:2. Question number 96, the aim of pre-conception care is preparing the woman for delivery. Option B, preparing the couple for parenthood and care given to the adolescent girl, and option D is the care given to the adolescent boys. So pre-conception care ആണല്ലേ. അപ്പോൾ ഒരു സ്ത്രീയെ ഡെലിവറിക്ക് പ്രിപ്പയർ ആകുന്നതിന് വേണ്ടി കൊടുക്കുന്ന കെയർ എന്നുള്ള രീതിയിലാണ് പ്രീ കൺസെപ്ഷൻ കെയറിൻ്റെ എയിം. സോ ഓപ്ഷൻ എ, preparing the woman for delivery is the correct answer. Question number 97, integrated counseling and testing care under NACP is National AIDS Control Program. കറക്റ്റ് ആൻസർ എന്താണ് എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ജ്യോതിസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. Question number 98, the condition in which the part of the intestine telescopes into itself. അപ്പോൾ ഇൻഡസ്റ്റൈൻ്റെ പാർട്ട് ഇതിലേക്ക് തന്നെ ചുരുങ്ങി കയറുകയാണെങ്കിൽ ആ കണ്ടീഷൻ എന്താണ്? ഓഫൺ ഇറ്റ് ഈസ് എ സർജിക്കൽ എമർജൻസി. സോ ഇറ്റ് ഈസ്
Option A, volvulus. Option B, intussusception. Option C, hernia. And option D, diverticulitis. Appo consider that it is the intestine and it is telescoping inside. Okay. So, the condition is called intussusception. So, this is the condition. So, ഇവിടെ തന്നെ നമുക്ക് ചോദിക്കുന്ന ഒരുപാട് questions ഉണ്ട്. So, current jelly like appearance stool കാണുന്നത് intussusception ആണ്. Question number 99. The first Leopold maneuver in abdominal palpitation of a pregnant woman is pelvic grip, fundal grip, lateral grip. മൊത്തത്തിൽ 4 grip ആണ് വരിക. So first is fundal grip, second is lateral grip, and the third and fourth is pelvic grip 1 and 2. Okay, so here the first Leopold maneuver palpation step ഏതാണെന്നാണ് ചോദിക്കുന്നത്. That is a fundal grip. Option C is the correct answer. Moving on to the last and final question, question number 100. Thrombolytic agent used in acute ischemic stroke is. So acute ischemic stroke in use ചെയ്യുന്നത് ഏതാണ്? Option A, altiplase. Option B, urokinase. Option C, streptokinase. And option D, heparin. Option A, altiplase ആണ് correct ആയിട്ടുള്ള ഉത്തരം. So it is a tissue plasminogen activator. Others are distractors. So even streptokinase you use as a thrombolytic agent. പക്ഷേ acute ischemic stroke എന്ന condition നമ്മൾ most optional ആയിട്ട് കൊടുക്കുന്നത് altiplase എന്ന drug ആണ്. Okay, so ഒറ്റയടിയിൽ കുട്ടികൾ കണ്ട streptokinase opt ചെയ്യാം as a thrombolytic agent അല്ലേ എന്നുള്ളതുകൊണ്ട്. But according to the disease, option is altiplase. Okay, students. So I hope to whatever questions we have discussed in this platform today, you are all thorough with the content. Note ചെയ്യുക, പഠിക്കുക, നിങ്ങളുടെ കമൻസ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികൾ സബ്സ്ക്രൈബ് ചെയ്യുക. സപ്പോർട്ട് us and join us with our journey to the success. Thank you.